നമ്മളിപ്പോ ടെന്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം എന്ന് വെച്ചാൽ നാളെ 7 മണിക്ക് നമ്മൾ ഈ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. ഇപ്പൊ സമയം 7 മണിയാണ്. നാളെ നമ്മൾ രാത്രി 7 മണിക്ക് ഇനി ഈ ടെന്റിന്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ ടെന്റിൽ ഇരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ടെന്റ് ആയിരുന്നു. ഗ്രീൻ കളറ്, പർപ്പിൾ കളറ്, ബ്ലൂ എന്നൊക്കെ പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരൊറ്റ ടെന്റ് ആണ്. ഞങ്ങളെ പുതിയ ടെന്റ് ആണ്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നിയോൺ ലൈറ്റ്സ് ഒക്കെ ഇവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ ഫാനാണ് ഗൈസ് തന്നിട്ടുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ ഈ ടെന്റിന്റെ ഉള്ളിൽ. നല്ല ചൂടാണ് ഗൈസ്. പിന്നെ ഇതില് 2-3 മോഡ് ഉണ്ട്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ പോയത് സ്പീഡ് കൂട്ടാൻ പറ്റുന്ന ഫാനാണ്. എന്നാലും കുറച്ച് കാറ്റേ ഉള്ളൂ കേട്ടോ. പിന്നെ പുറത്ത് ഇതേ നമുക്ക് ഇൻഡക്ഷൻ ഉണ്ട്, ആവശ്യം കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ ഉണ്ട്, പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ട്, പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്, വെള്ളം തന്നിട്ടുണ്ട്, ഓയിൽ തന്നിട്ടുണ്ട്, മസാലപ്പൊടികൾ വേറൊരു സാധനം ഞാൻ കാണിച്ചു കൊടുക്കും. ഇതില്ലേ മുളക് പൊടി, മഞ്ഞപ്പൊടി, കാണണ്ടത് ഇത് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത് എല്ലാം കൂടെ ഞാൻ ഐസ് ട്രേയിൽ വെച്ചതാണ്. ഇത് ഞാൻ ആദ്യം ചെയ്തപ്പോ ഇവര് പറഞ്ഞു വേണ്ടാന്ന്. ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ടെന്റ് സെറ്റ് ചെയ്യുമ്പോ മിനിമൽ ആയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകല്ലേ. അപ്പൊ എല്ലാം കൂടെ ഈ ഒരു സാധനത്തിൽ ഇരുന്ന സമയത്ത് മിക്സ് ആയി പോകുന്നു. മിക്സ് ആവുന്നില്ല. നല്ലോണം എടുത്ത് വെച്ചാൽ ഒന്നും മിക്സ് ആവില്ല. ബാക്കി ഓരോ ബൗളിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറെ സ്ഥലം വേസ്റ്റ്. അതെ ശരി. അതിനു വേണ്ടി ചെയ്താണ്. നിങ്ങളൊക്കെ പുറത്ത് ടെന്റിൽ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഈ ഒരു ഐസ് ട്രേയിലൊക്കെ എടുത്താൽ മതി. കുറച്ച് ഇനി ഗൈസ് ഞങ്ങളെ ടെന്റ് ടൂറിലേക്ക് സ്വാഗതം. ഞങ്ങൾ ടെന്റ് എങ്ങനെ സെറ്റ് ചെയ്തെന്നൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഗൈസ് ഈ ഭാഗത്തായിട്ട് ശ്രീയാണ് ഓൾറെഡി അവിടെ സ്ഥലം ഉറപ്പിച്ചതാണ്. എന്താന്ന് വെച്ചാൽ ഈ സൈഡിലാണ് സ്നാക്സ് ബോക്സ് ഉള്ളത്. ഈ ഒരു ബോക്സ് മൊത്തം നമുക്ക് കഴിക്കാനുള്ള സ്നാക്സ് തുറക്കുന്നില്ലേ. ഇതൊരു ഗ്രീൻ നല്ല ഭംഗിയുള്ള ബോക്സ് ആണ്. ബോക്സിനെ പറ്റി ആദ്യം തന്നെ അത് തുറന്ന് 5 വാങ്ങിയ തേൻമുട്ടായി. ഇത് 5 വാങ്ങിയതാണ്. പിന്നെ നമുക്ക് മിക്സ്ചർ ഉണ്ട്. പിന്നെ അത് ഈവനിങ് സ്നാക്ക് ആയിട്ടായിരിക്കും. ഈവനിങ് സ്നാക്ക് ആയിട്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്. 2 ബിങ്കോ ഉണ്ട്. അതെന്താ അത് ഞാൻ വാങ്ങിയതാ. ഇതൊരു മിൽക്ക്, അതൊരു ക്രീം ബണ്ണ്. പിന്നെ ഒരു മാൽക്കസ്റ്റ് ഉണ്ട്, ഒരു ഡാർക്ക് ഫാന്റസി ഉണ്ട്, പിന്നെ അതന്നെ, പിന്നെ കടലമുട്ടായി ഉണ്ട്. ശരിക്കും ഒരു ദിവസത്തേക്ക് നമുക്ക് ഇത്രയും സ്നാക്സ് വേണ്ട. പക്ഷെ അത്യാവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഇനി പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. ഈ സൈഡിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അപ്പുറത്തെ സ്ലൈസ് ഉണ്ട്. അല്ല ഇതിനെ പറ്റി പറയണം. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ടീ വാങ്ങണമെന്ന് ഞങ്ങൾ കുറെ കാലമായിട്ട് വിചാരിച്ചു. അപ്പൊ ഈ ഒരു ചായപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡും ഉണ്ട്. പിന്നെ ലാമ്പ്. ഇത് നമ്മൾ ടേബിൾ ലാമ്പാണ്. എന്റെ ലാമ്പാണ്, തൽക്കാലം ഇവിടെ കൊണ്ടുവച്ചതാണ്. അപ്പൊ ടേബിൾ ലാമ്പ് ഉണ്ട്. ഇവളടുത്താണല്ലോ എല്ലാം ഉള്ളത്. അല്ല ടെഡി മുഴുവൻ അത് അവിടെ കൊണ്ടുവച്ചിട്ട് 3 ടെഡി ഉണ്ട്. പിന്നെ ഒരു സ്ലൈസ് ഉണ്ട്. നമുക്കുള്ളത് എന്താന്ന് കാണിച്ചു കൊടുത്തു. ഇനി നമ്മളെ സൈഡിൽ വരുന്ന സൈഡിൽ ഒരു പെർപ്പിൾ പില്ലോ ഉണ്ട്, ഒരു വൈറ്റ് പില്ലോ. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി പൊതച്ച് കിടക്കാന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പുതപ്പ്. വേറൊരു സാധനം ഇല്ല. പിന്നെ വേറൊരു പില്ലോ ഉണ്ട്. പിന്നെ ഈ ലൈറ്റ് ഇവിടെ ഇങ്ങനെ പോണാണോ നല്ല ഭംഗിയാണ്. ലൈറ്റ് ശരിക്കും നമ്മുടെ പുറത്തെ ഡെക്കറേഷൻ ആണത്. പക്ഷെ അത് ഉള്ളിലേക്ക് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വെളിച്ചം തരുന്നത് ഈ യെല്ലോ ലൈറ്റ് മാത്രമാക്കും. ഈ ചെവിന്റെ ബാക്കിലേക്ക് നല്ല ചൂടുണ്ടാവും ഇതിന്. പിന്നെ നമുക്ക് ഇവിടെ കാറ്റ് തരുന്നത് ഈ ഒരു ഫാൻ ആണ് കേട്ടോ. ഇതിനാണ് ഞങ്ങൾ മിക്കവാറും അടിയാവാൻ പോകുന്നത്. ഇതെങ്ങനെ ഇവിടൊക്കെ വെക്കാണെന്നുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് മറ്റേ മിസ്റ്റർ ബട്ട്ലർ ഓർമ്മ വരാം. അതുപോലെ ഫാൻ ഉണ്ട് കിട്ടാൻ. പക്ഷെ കുഞ്ഞല്ലേ, അത് തീരെ വെക്കാൻ പറ്റും. ഇതിങ്ങനെ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല കാറ്റിട്ടേനെ. പക്ഷെ ഇവിടെ തൂക്കിടാൻ അങ്ങനത്തെ തൂക്കിടാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മളിത് ഇവിടെ ഫുള്ള് പില്ലോസ് ഇങ്ങനെ വെച്ച് ആ പുതപ്പും വെച്ചിട്ട് നമ്മൾ അവിടെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ഇവിടെയാണ് ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ടെന്റിന്റെ ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് അവിടെ കണ്ടോ, ആകാശാണ് കാണുന്നത്. തെങ്ങിന്റെ അപ്പുറത്ത് മൂൺ ഇട്ടോ, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. രാവിലെ അവിടെയാണ്, ആ ഭാഗത്തായിട്ടാണ് കൈ സൂര്യൻ ഉദിക്കുക. അതിന് നേരെ കറക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല ചൂടായിരിക്കും. പക്ഷെ രാവിലെ തന്നെ കാണാൻ നല്ല രസമായിരിക്കും. ഉണ്ടാക്കി തരണേ. അത് കാണാൻ പറ്റിയില്ല. സുഖമായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. ഞാൻ ഉറക്കൊക്കെ എണീറ്റ് കഴിഞ്ഞ് ശ്രീയും എണീറ്റ് ഓളവിടെ ശ്രീയല്ലേ ഫസ്റ്റ് എണീറ്റത്? അപ്പൊ ശ്രീ ചായ വെക്കുമ്പോ ഇവളും ഉണ്ട്. എന്ത് രസമുള്ള കാണിച്ചെടുത്ത സമയത്ത് അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ പിന്നെ കണ്ടോളാന്നൊക്കെ. സത്യം പറഞ്ഞവർക്ക് വിഷമുണ്ട്. അപ്പൊ അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഒക്കെ നാളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പൊ ഇവിടുന്ന് കാണുമ്പോ മൊത്തത്തിൽ ഇരുട്ടാണ്. ചെറിയ ചന്ദ്രൻ അവിടെ എവിടെ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി ടെന്റ് സെറ്റ് ആക്കി ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ വേണ്ടിട്ട്. ഇനി ഗൈസ് നമുക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കണം. ഞങ്ങൾ ഇതുവരെ ചായ ഈവനിങ് സ്നാക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ചിക്കൻ നഗറ്റ്സ് അല്ലേ നമ്മൾ ഈവനിങ് സ്നാക്ക്.
അല്ല കട്ട്ലേറ്റ് ഞാൻ വെച്ച് നഗറ്റ്സ് അല്ല കട്ട്ലേറ്റും നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം താജ്മഹൽ താജ്മഹൽ ഇത് വെച്ചിട്ട് നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാം. പിന്നെ ശ്രീന്റെ ഭാഗത്താ ഗൈസ് ഇൻഡെക്സ് ഉള്ള അതുകൊണ്ട് എല്ലാ പണിയോളം എടുക്കും പറഞ്ഞു. രാത്രി ഫുഡ് ഉണ്ടാക്കാണ്ട് അതൊക്കെ ശ്രീയാ ചെയ്യും. ഇനിയിപ്പോ ഫുഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ടെന്റ് നിൽക്കാൻ പറ്റുന്നത്. അത്രയും ചൂടാണ്. ഭയങ്കര ചൂട്. ഇപ്പൊ തന്നെ ഇത് ഷാമി വേർത്തൊഴിക്കുന്നു. പക്ഷെ നല്ല രസം. ഇതെന്താ ഇങ്ങനെ ചൂട് വരാൻ കാരണം ഈ ടെന്റിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോളിസ്റ്റർ പോലത്തെ ഒരു സംഭവം. ഇത് ശരിക്കും പുറത്ത് വാട്ടർ പ്രൂഫ് ആയിട്ട് ക്യാമ്പിങ്ങിന് കൊണ്ടുപോകുന്ന ടൈപ്പ് ടെന്റ് ആണ് കേട്ടോ. അത് ആ ടെന്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് ഫുള്ള് ഇരിക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ബോക്സിൽ നിന്ന് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് എടുത്തിട്ട് പൊരിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി തരും. നൈറ്റിലെ ഡിന്നർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയോട്ടോ? അയ്യോ ഒന്നും ചെയ്യൂലല്ലോ. ഒന്നും ചെയ്യുന്നില്ല. രാവിലെ ഉണ്ടാക്കി തരാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. സല്ലു ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ടഫ് ആയില്ല എന്തേ മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുള്ളൂ. ചിക്കൻ കട്ട്ലേറ്റ് അല്ലേ? നല്ല ചൂടുണ്ട് കേട്ടോ. ഇൻഡക്ഷന്റെ അടുത്തേക്ക് പോയാൽ കുറച്ചും കൂടെ ചൂട്. നല്ല ചൂടുണ്ടാവും. എന്നാ തലേണൊക്കെ ആ സൈഡിൽ അടുക്കി പറക്കി വെക്കൂ. ഓക്കെ. എടാ അവിടെ നല്ല സുഖണ്ടടാ. തല പുറത്തേക്ക് തല മാത്രമേ പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. ആയിട്ടില്ല. ഈ ഓയിലൊക്കെ എടുക്ക്. അത് അപ്പുറത്ത് ഈ ബോക്സുകൾ കണ്ടിരുന്നോ? അത് കാണിച്ചോട്. ക്യൂട്ട് ആയിട്ടുള്ള ഒരു പർപ്പിൾ ബോക്സ് ആണ് ഇത്. നമ്മള് പുറത്ത് പിക്നിക്കിലൊക്കെ പോകൂലേ, ആ പിക്നിക്കിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബോക്സ്. ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നല്ലേ? ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുന്ന ടൈപ്പ്. അത്യാവശ്യം സാധനങ്ങളും കൊള്ളൂട്ടോ. ഇതിൽ ഞങ്ങളിപ്പോ ബേസിക് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു, ഉള്ളി, തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഓയിലും ഉണ്ട്. ഇതാണ് ഞങ്ങൾ എടുത്തത്. ശ്രീക്ക് പോയിന്റ് ആവശ്യം മാത്രമേ ഉള്ളൂ. കാക്കിന് ഈ വഴിക്ക് കാണാനില്ല. ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഫോണ് തന്നോ പോയി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നല്ലോണം ഇരുന്നോട്ടെ അല്ലേ? മഴ പെയ്യുന്ന നല്ല സത്യം ഇടിവെട്ടുന്ന സൗണ്ട് അല്ലേ കേട്ടത്? അല്ല അത് ടാങ്കിൽ വെള്ളം ശരിയാ, ടെറസുമലായോണ്ട് കറക്റ്റ് കേൾക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ തന്നെ ടാങ്ക്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് പൊരിക്കാം. പാത്രം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് ആവുന്നതിന് പിന്നെ പാത്രം റെഡി. മഴ പെയ്യാനും സാധ്യത ഉണ്ട് ഇല്ലേ? ചെറുതായിട്ട് റെഡി ആക്കണോ? സാരില്ല, എന്തായാലും കട്ട്ലേറ്റ് അല്ലേ തിന്നുന്നത്. ഞാൻ നെയ്യിൽ വെച്ച് ശരിക്കും അങ്ങനെ നല്ലോണം പരത്തി. എത്ര കട്ട്ലേറ്റ് വേണം? 2, 4, 6 കാക്ക് വേണ്ടേ? ടെന്റിന്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഭക്ഷണമുള്ളൂ കേട്ടോ. ശരിക്കും കട്ട്ലേറ്റിന്റെ സൈസ് ഇതാ. ഈ രണ്ടെണ്ണം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വരുന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നിന്റെ പകുതി എടുത്തിട്ട് നോക്കണം. അതിൽ എത്ര എണ്ണം ഒന്ന് കാണിച്ചിട്ടുണ്ടോ? ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അവസ്ഥ ഇതിന്റെ അവസ്ഥ ഞാൻ എന്ത് ചെയ്യാന്? അത് കവറിൽ വെച്ചിട്ട് ഇതായി പോയതായിരിക്കും. എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള കട്ട്ലേറ്റ് കഴിച്ചാൽ മതി. ആദ്യം ചായ ഉണ്ടാക്കി കൊണ്ടിരുന്നതാ. നല്ല അടിപൊളി കട്ട്ലേറ്റ് മൊരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്കേ ഈ ലൈറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. കറക്റ്റ്. ഇനിയിപ്പോ കരിയുന്നത് നല്ലതാണ്. കരിഞ്ഞില്ല. കുറച്ച് തീ കൂട്ടി വെച്ചു. എന്നാവോ ശ്രീ? ആയി, ഞാൻ ഓഫ് ചെയ്തു. അതാ പ്ലേറ്റ്. ഇനി മിണ്ടരുത്. തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇതിന്റെ മുന്നേ ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ അങ്ങനെ എന്തോ കൊറേ നേരം പുറത്ത് വെച്ചിട്ടാ. അത് നമ്മൾ ടെന്റിലൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ആയിരിക്കും ഗൈസ്. നമുക്ക് കുറച്ചു നേരം ചിലപ്പോ അത് ഫ്രോസൺ ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും എന്തായാലും നാച്ചുറലായിട്ട് കിട്ടുക. മനസ്സിലായല്ലോ? നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ടെന്റ് നല്ല ഉഷാറായിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുക. അതാണ് ഇതിന്റെ മെയിൻ സംഭവം. അതെ. എന്നുവെച്ചാല് പുറത്തു പോയാലും നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ. ഇതേപോലെ ശരിക്ക് ഒരു 10 പാക്കറ്റ് ഫ്രോസൺ ഫുഡ്, പിന്നെ കുറെ 10 പാക്കറ്റ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെന്റിൽ ഇരിക്കാൻ നല്ല സുഖമായി. ശരിക്കും തണുപ്പുള്ള സ്ഥലത്ത് പോയിരിക്കണം കേട്ടോ. അതാട്ടോ അതിന്റെ വൈബ്. ഇനി നമുക്ക് മലമുകളിൽ എവിടെയെങ്കിലും പോയിട്ട് ടെന്റ് അടിച്ചിട്ട് നമുക്കൊരു ദിവസം അങ്ങനെ ചെയ്യണം. നല്ല രസമുണ്ടാവും. അങ്ങനെ നമ്മുടെ ചൂട് കട്ട്ലേറ്റ് റെഡി ആയിട്ട്. നല്ല ചൂടാണ്. ഞാൻ അതേ കഴിച്ചു നോക്കാം. ഇപ്പൊ ആളുള്ള ശബ്ദം കേൾക്കണം. അതന്നെയല്ലേ മലയാളത്തിൽ പറഞ്ഞേ. ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല.
ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് അതറിഞ്ഞാ മതി. ടേസ്റ്റ് ഉണ്ടോ കട്ട്ലറ്റ്? ഉള്ളിലും ചൂട് പുറത്തും ചൂടായി ഇങ്ങനെ മനസ്സിലാവാൻ ഒന്നുകൂടെ കേട്ടോ. എനിക്ക് നല്ല ഊതിട്ട് കഴിക്കുക, അതല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുക്കാതെ തൽക്കാലത്തിന് ഒരു ചായ വെച്ചോട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ ചെയ്യും. അതായിരിക്കും നന്നാവും. നല്ല രസമുണ്ട്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. നീ ശ്രീ ചായ വെച്ചോ. ചായ വെക്കുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാവാന്നാണ് എന്റെ സംശയം. ആകെ കൂടെ കുറച്ചുള്ളൂ, തീർക്കണ്ട. അങ്ങനെ ഗൈസ് നമ്മളെ കട്ടൻ ചായ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. നല്ല കടുപ്പുണ്ടെന്ന് തോന്നുന്നു. നല്ല കടുപ്പുള്ളതാണത്. ചായ തണുപ്പിക്കാൻ വേണ്ടി ഷാമി പുതിയ ഐഡിയ കൊണ്ട് വന്നതാണ്. ഫാനും വെച്ച് തണുപ്പിക്കുന്നത്. ഒന്നാമത് ഈ ടെന്റിന്റെ ഉള്ളിൽ നല്ല ചൂടാണ്. ഇന്ന് അവനവനെ ചൂട് മാറാനുള്ള ഫാനോള് തരുന്നില്ല. ചായ തണുപ്പിക്കാനാണ് നോക്ക് ഫാന്. ചായ ചൂട് കുറവില് കുടിക്കണോ? ചെറുതായി നല്ല തിളച്ച ചായ കുടിക്കണം. തിളച്ച വേണ്ട. അത് ഗൈസ് ഇനി നമുക്ക് ചായ ഒഴിക്കാം. നക്കാൻ പറ്റും. ഈ ലൈറ്റിങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അവിടെ മാറ്റി ഞാൻ കണ്ണ് കാണാൻ വേണ്ടി വെച്ചതാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല കടുപ്പുണ്ട്. എന്റെ കയ്യിലേക്ക് ഇതാ. ഓക്കെ, ഹായ് ചായ സെറ്റാ. വെറൈറ്റി ചായ ഞാൻ കുടിച്ചോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ചായ. അയ്യോ നല്ല ചായ, നല്ല കടുപ്പുണ്ട്, നല്ല ചൂട്. ഞാൻ ശരിക്കും ഇവിടുത്തെ സാധാരണ പൊടി ഇടുന്ന പോലെ കുറെ പൊടി ഇടാന്ന് വെച്ചാൽ അത് ഇലയാന്ന് തോന്നുന്നല്ലേ. കൊള്ളാം. കട്ട്ലേറ്റ് ഇനി നമുക്ക് നമ്മളെ ടെന്റിൽ നിന്നുള്ള സ്നാക്സ് കഴിക്കുക ഗൈസ്. കട്ടൻ ചായ, കട്ട്ലേറ്റ്. ഞാൻ വെറും കട്ടൻ ചായ. കട്ട്ലേറ്റ് ഓൾറെഡി തിന്ന് തീർത്ത്. ഇവിടെ മൊത്തത്തിൽ കറണ്ട് പോയി. ഈ പ്രദേശത്ത് മൊത്തത്തിൽ കറണ്ട് പോയി. പക്ഷെ നമുക്ക് ഇവിടെ ബാറ്ററിയിലെ ഈ ലൈറ്റും ഈ ഫാനും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതിനോട് വലിയ കുഴപ്പമില്ല. ലൈറ്റ് വന്നാൽ ആ വൈബുള്ളൂ. നമ്മള് പുറത്തുള്ള ലൈറ്റ് വന്നാലേ വൈബുള്ളൂ. അത് ശരിയാണ്. നമുക്ക് ഡിന്നറൊക്കെ ഇൻഡക്ഷൻ വർക്ക് ചെയ്യണോ? നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നടക്കൂല കേട്ടോ. അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കറണ്ട് വരൂലേ. വരുമായിരിക്കും. അതല്ലെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മറ്റേ ഹെൽത്തി ആയിട്ട് നമ്മൾ വല്ലതും കുക്ക് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തിട്ട് അതായത് പച്ചക്കറി മുറിച്ചിട്ട് സാലഡ് കഴിക്കാം. ബ്രെഡ് കൂട്ടിട്ട് കഴിക്കാം. ബട്ടറും ഉണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ വെച്ച് നമുക്ക് സെറ്റ് ആക്കാം. എനിക്ക് നല്ല ഫുഡ് വേണം. ഞാൻ 5 നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരും വിചാരിച്ചിരിക്കുക അവിടെ. നമുക്ക് ഇൻഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി. ശരിക്കും എന്താ ഉണ്ടാക്കാൻ വെച്ചിരുന്നത്? ഞാൻ ഉണ്ടാക്കാൻ വെച്ചത് നല്ല അടിപൊളി കല്ലുമ്മക്കായല്ലേ, അത് ഇങ്ങനെ വരട്ടിയതും പൊറോട്ടയാട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അടിപൊളി കോമ്പിനേഷൻ. കറണ്ട് വന്നു കഴിഞ്ഞാൽ കഴിച്ച് നമുക്ക് നല്ല അടിപൊളി പൊറോട്ടയും കല്ലുമ്മക്കായും എന്താണ് വരട്ടിയതും കഴിക്കാം. പക്ഷെ കറണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി മുറിച്ചിട്ട് സാലഡ് തക്കാളിന്റെ ഇവിടെ ഉള്ളിണ്ട്, മല്ലിയിലുണ്ട്. എന്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രെഡും വെക്കാൻ തിന്നാം. സാലഡും ബ്രെഡും. അഞ്ചിന് എന്തായാലും കല്ലുമ്മക്കായും പൊറോട്ട. ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ കറണ്ട് എന്ത് ചെയ്യാനായിട്ട് ചൂടാണ് ഗൈസ്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഈ ഒരു കുഞ്ഞു ഫാൻ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ബാക്കി ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഇതിപ്പോ രാത്രിയാ. ഇപ്പൊ എത്ര ചൂട് വെച്ചാൽ നാളെ രാവിലെ എന്തായിരിക്കും? പകല് നല്ല ചൂടായിരിക്കും. രാത്രി ആകുമ്പോ കുറച്ച് കുറയുക ചെയ്യാം. പകല് നല്ല രസമുണ്ട്. 38 സൂര്യന് ഇതാ നേരെ അവിടെയാണ് കേസ്. കിഴക്ക്. പിന്നെ തലന്റെ മുകളിലോ കറക്റ്റ് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടെന്റ് ഇരിക്കുന്നത്. അടിപൊളി. ഞങ്ങളുടെ ടെന്റിന്റെ കളറൊക്കെ മാറും കേട്ടോ. ഏത് കളറാ വേണ്ടത്? റെഡ്. നമുക്കൊരു എന്റർടൈൻമെന്റ് ആവട്ടെ. ബ്ലൂ അല്ലേ നമ്മള് അന്ന ഗ്രീന്. ഇനി യെല്ലോ. പർപ്പിൾ ഇല്ല. യെല്ലോ ലൈറ്റ് യെല്ലോ ഉള്ളൂ. യെല്ലോ ഒരു വേറെ കളർ, ഗ്രീൻ മിക്സ്ഡ് യെല്ലോ. പർപ്പിൾ. കണ്ണ് കാണില്ല. പർപ്പിൾ. ഇത് സ്പീഡിൽ പോയിട്ട്
ഞങ്ങൾക്ക് DJ പോലെ അവിടെ അങ്ങനെ സെറ്റ് ചെയ്യുന്നു. എവിടെ അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്കറിയില്ലേ നീ ഇങ്ങനത്തെ സെറ്റ്. അല്ല ഇതിൽ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. ഇനി സ്നാക്ക് ബോക്സ് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് തപ്പാം. കടലമുട്ടായി എടുക്കും. അതന്നെ ഞാനും വിചാരിച്ചത്. ഇതെവിടെ? കടലമുട്ടായി സ്ലൈസ്. ഞാൻ അതിന് സ്ലൈസ് കുടിക്കാം. കടലമുട്ടായി കാണില്ല. ആ കിട്ടി 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 കിട്ടി. അമ്മോ ഇതിന്റെ ഉള്ളിൽ എന്ത് ചൂടാറിയാ. എനിക്ക് സ്ലൈസ് കൊണ്ട് തന്നതുകൊണ്ട് വലിയ സമാധാനം ഉണ്ട്. എന്നാ അത് പൊട്ടിക്ക്. നമുക്ക് നല്ല കടലമുട്ടായി കഴിക്കട്ടോ. തേൻമുട്ടായി ഉണ്ട്. തേൻമുട്ടായി ഉണ്ട്, പക്ഷെ കടലമുട്ടായി എന്ന് പറയുമ്പോ പണ്ട് വേറെ വൈബോ. അങ്ങനെ ലാസ്റ്റ് കടലമുട്ടായി കിട്ടി. ചമിക്ക് വേണ്ടല്ലോ. വേണോ? ഇല്ല തന്നു, ഞാനത് എടുത്തത്. അടിപൊളി. ഇപ്പൊ പറഞ്ഞുതരാം. അത് കടിക്ക്. പണ്ട് ബസ്സിൽ എവിടെങ്കിലും ദൂരത്ത് യാത്ര പോവാണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധം അല്ലേ? ഗൈസ് ഇനി നമുക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. കല്ലുമ്മക്കായ ഉണ്ടാക്കണം, പിന്നെ പൊറോട്ട മറ്റേ ചൂടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷെ കല്ലുമ്മക്കായ്ക്ക് എന്തായാലും ഇത്തിരി സമയം എടുക്കും വരട്ടി വരട്ടി വരണമെങ്കിൽ. അപ്പൊ തുടങ്ങിയോടെ കുറച്ച് ഞാൻ കൈയുള്ളൂ. ഉള്ളി നന്നാക്കാനുണ്ട്, തക്കാളി നന്നാക്കാനുണ്ട്, പിന്നെ പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കി തരണം കേട്ടോ. പണികൾ ഞങ്ങൾക്കും ഉണ്ട്. വെറുതെ ഇരിക്കില്ല നിങ്ങള്. ഞങ്ങളിതേ കല്ലുമ്മക്കായക്കുള്ള മസാലന്റെ സാധനങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കല്ലുമ്മക്കായ ഫുൾ സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ഇത് ഇത്രയും ഉള്ളത് നമുക്ക് 4 പേർക്കും കൂടി കഴിക്കാനാണ്. സല്ലിനും വേണമെന്നാണ് സല്ലു പറയുന്നത്. ഉണ്ടാക്കി വരുന്ന സമയത്ത് അധികം ഒന്നും ഉണ്ടാവില്ല. ഇല്ല അത് അത് ഞങ്ങൾക്ക് എപ്പോഴും പതിവുള്ളതാണ് കേസ്. ഞങ്ങൾ കുറെ ഉണ്ടാവും വെച്ച് മേടിക്കും. പക്ഷെ ആക്കി വരുമ്പോ നമ്മൾ ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ മേടിച്ചില്ലായിരുന്നു അഞ്ചി. എന്ത് കടുക്ക? ആ കടുക്ക അത് ഈ അന്നില്ല. ഇവളെന്തോ പ്രോഗ്രാമിന് പോയതായിരുന്നു. ഇവളില്ലേ, നമ്മള് ഓരോ സ്ഥലത്ത് പോയിട്ട് കുറച്ച് വാങ്ങിയിട്ട് കൊറേ വാങ്ങി പൊരിച്ചു തിന്ന്. അതേപോലെ ഞാനില്ലാത്തപ്പോ ഇവര് കടുക്ക, എരുന്ത്, വലിയ മീനുകള്, ചിക്കൻ വെറുതെ പൊള്ളിച്ച ചിക്കൻ വെറുതെ പൊരിക്കുക, ഇതൊക്കെ ഞാൻ അറിയില്ല നിങ്ങൾ വിചാരിച്ചു. അതെന്തറിയോ, ഇവൾ ഓരോ പ്രോഗ്രാമിന് പോകും കൈസ്. ഇവളെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ കൊറേ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങള് മാത്രമാണ് വെറുതെ ഇരിക്കല്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പുള്ളി എരിഞ്ഞോണ്ടിരിക്കുകയാണ് ഷാമി. അതിന്റെ എരിവ് കറക്റ്റ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അത് ഈ ടെന്റിന്റെ ഉള്ളിലായതുകൊണ്ട് ആ എരിവിനെ കൊണ്ട് പോവാനില്ല. ഈ ടെന്റിന്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ട് എന്താ അറിയോ? ഈ സാധനങ്ങൾ കഴുകാൻ. അതാണ് മെയിൻ പ്രശ്നം. അതാണ് മെയിൻ. ഇതാണെങ്കിൽ ശരിക്കും എങ്ങനെ വെച്ചാല് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോഴേ പൈപ്പിനോട്ടൊന്ന് കൈ കഴുകുക, പിന്നെ എന്തെങ്കിലും സാധനം എടുക്കുമ്പോ കൈ കഴുകുക, അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിപ്പോ കൈ കഴുകാനോ ഇതൊക്കെ കഴുകി എടുത്തു വെക്കാനോ ഒരു വകുപ്പില്ല. മൂലയിലിരുന്ന് കരയാ. കണ്ടിരിക്കുന്നു. ഇതില്ലേ നമ്മൾ പുറത്തൊക്കെ ടെൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് ആക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഈ ടെറസിന്റെ മുകളിലായതിനെ കൊണ്ട് ഞങ്ങൾക്കുള്ള വെള്ളമാണ് ഇതാ ഗൈസ്, ആ ഒരു വലിയ ചെമ്പിലുള്ളത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ള സാധനങ്ങൾ കഴുകുന്നത്. പിന്നെ ബാക്കിയുള്ള സല്ലു കഴുകി കൊണ്ടുതരും. ടെറസിന്ന് താഴേക്ക് കഴുകി കൊണ്ടുതരും. അയ്യോ കരയുന്നത് കണ്ടരുത് ഗൈസ്. ഷാമിന്റെ കണ്ണു നോക്കിയേ, കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇതിന്റെ അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ടതേ ഉള്ളി പിന്നെന്താ കഷ്ടപ്പെട്ട് ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഇത് തോല് കളഞ്ഞ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഉള്ളി അരിയാണ്ട് തക്കാളി അരിയാനുണ്ട്. പിന്നെ വേറെ അതിലേക്കൊന്നും വേണ്ടല്ലോ. പച്ചമുളക് കറിവേപ്പിലും കഴുകാനേ ഉള്ളൂ. പച്ചമുളക് വേണ്ട. പച്ചമുളക് വേണ്ട, നല്ല എരിവായി പോലെ. മുളക് പൊടി മാത്രം. മുളക് പൊടി മാത്രം മതി ഗൈസ്. ഇതിലേക്ക് കറിവേപ്പിലി, മല്ലിയാലി, ഉള്ളി, തക്കാളി. ഇത്ര ഉള്ളിയൊക്കെ വേണോ? ഇത്ര ഉള്ളി നമുക്ക് നോക്കാം. വേണമെങ്കിൽ എന്നിട്ട് സൈഡിൽ സാലഡ് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. കണ്ണിന് വെള്ളം വരുന്ന കണ്ടിട്ട് തോന്നുന്നുണ്ടാക്കി ഉള്ളി സാലഡിന് വേണ്ടിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇത് നിന്നോട്ടെ. 3 ഉള്ളി കട്ട് ചെയ്ത് പോയി. ഷാമി കല്ലുമ്മക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നൈസായിട്ട് അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. നൈസായിട്ട് തന്നെ അരിയാണ് കേട്ടോ. ഈ നല്ല നൈസായിട്ടാ. നല്ല വേഗം ആവുള്ളൂ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് വരൊന്ന് കരയും. ഈ ഉള്ളി അതാ ഞാൻ പറയാൻ വന്നത്. ഉള്ളി വെറുതെ തോല് കളഞ്ഞപ്പോഴത്തേക്ക് അത്രയും കരഞ്ഞ്. അത് ഈ ഇങ്ങനെ ചെറിയ കൺജസ്റ്റഡ് ആയിട്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ആർക്കും പുറത്തേക്കും പോകാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഷാം ഇത് ഉള്ളി എരിയുന്ന അഞ്ച് ഇവിടെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാനിത് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് നമുക്ക് ഉള്ളി അതിലേക്ക് ഇടാം. ഉള്ളി ആയി കഴിഞ്ഞിട്ട് മതി ഉള്ളി. ഇതും കൂടി മുറിച്ചോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാണുന്നില്ല
കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ചെടുക്കുക. ഇനി നമുക്കിത് നല്ല ചൂടായിട്ട് ഉള്ളി ഇട്ടെടുക്കാം. ഇപ്പൊ ശരിക്കും മറ്റേ മിസ്റ്റർ ബട്ട്ലറിലെ തന്നെ ഓർമ്മ വരുന്നുണ്ട്. അതില് പക്ഷെ വെജ് ബിരിയാണി അങ്ങനെ എന്തോ ഉണ്ടാക്കി നമ്മൾ ഫുൾ വെറൈറ്റി കല്ലുമ്മക്കായ. ലഞ്ച് ആരാ ഉണ്ടാക്കുന്നത്? സ്ത്രീ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ഷാമിയാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത്. രാവിലെ അന്ന് ഇന്നെ കൊണ്ട് എന്താ പറയാ ചെയ്യിപ്പിച്ചത്, ഒരാൾക്ക് മധുരമുള്ള ബ്രെഡ്, ഒരാൾക്ക് ബ്രെഡ് ഓംലെറ്റ്. ഗൈസ് നമുക്ക് ഇതാ നമ്മളെ ഐസ് ക്യൂബ് ട്രേ എടുത്തിട്ട് അതിലുണ്ട് ഉപ്പ്, അത് ഇത്തിരി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ വേഗമായി കിട്ടും. ലൈറ്റ് പോയി. ഷാമിന്റെ ബുദ്ധിയാണ് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തക്കാളി ഒന്നും മതി. ലൈറ്റ് പോയി പിന്നെ ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ലൈറ്റ്? ഇത് പോകും. ചാർജ് തീർന്നുണ്ടോ? ചാർജിൽ കുത്തിട്ടതാ. അപ്പൊ ചാർജ് വർക്ക് ഉണ്ടാവില്ല. ചാർജർ ഇങ്ങനെ ഇടയ്ക്ക് ലൂസായി പോകണ്ടേ. അല്ല ഈ തക്കാളി ഇങ്ങനെ അരിയണോ, നീളത്തിൽ അരിയണോ? അതെങ്ങനെ അരിഞ്ഞാലും കുഴപ്പം, ചെറുതാക്കി അരിഞ്ഞോ. ഗൈസ് ഉള്ളി നല്ല വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ അങ്ങനെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായി തെരിഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് വേണ്ട, മല്ലിയലി കറിവേപ്പില അത് ലാസ്റ്റ് ഇടാം. ഇതെവിടെ വെച്ചോ. ഇതില്ലേ നമ്മളെ കുക്കിങ്ങും ഈ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം. ഈ ടെന്റിൽ മൊത്തം നേരത്തെ ഉണ്ടാക്കിയ ചായപ്പൊടി ഉണ്ട്, മല്ലിയില കുഞ്ഞു കുഞ്ഞു പൊടികളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കിടന്നുറങ്ങണം. പിന്നെ ഗൈസ് ഇന്ന് ഷാമി മിക്കവാറും കിടന്നുറങ്ങുമ്പോൾ പേടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അന്ന് നമ്മൾ ബാൽക്കണിയിലായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ ടെറസിന്റെ മുകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എടി അന്ന് റൂമിലേക്ക് കണക്ട് അപ്പുറത്തപ്പുറത്ത് ആൾക്കാരുണ്ടെന്നുള്ള സമാധാനെങ്കിലും ഉണ്ട്. ഇന്ന് അതല്ല, ടെറസിന്റെ മുകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വാതില് വരെ അടച്ചിട്ടുണ്ട്. എല്ലാരും നല്ല ഉറക്കാണ്. ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടാൽ പോലും ആരും എണീക്കാറില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നട്ടാപ്പാതിലേക്ക് ഇരുട്ടിലാണ് നമ്മൾ ഇരിക്കുക. ഓള് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓള് നല്ല പ്രയത്ന കഥ പറഞ്ഞു. ഞാൻ പറയുന്നൊരു കഥ പറയൂ, അത് ഉറപ്പാ. ഞാൻ ഒരു വെറൈറ്റി കഥ കണ്ടിട്ടുണ്ട്. കേക്കണ്ട. അല്ല നല്ല രസാ, നല്ല ഭംഗിയുള്ള ഒരു കഥ. ഭംഗിയുള്ള കഥയോ? നല്ല രസമുള്ള ഒരു കഥ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പാട്ട് പഠിക്കണം. ഇനി 5ന്റെ അടുത്തേക്ക് വന്നോ. ഞാൻ മസാലപ്പൊടി ഇടാൻ പോവാട്ടെ. ഇതിന് എന്തൊക്കെയാന്ന് ആദ്യം നോക്കട്ടെ. ആദ്യം നമുക്ക് കുറച്ച് ഇത് മഞ്ഞപ്പൊടി ഇല്ലേ ഷാമി? എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും പ്രേതകഥ വേണ്ട. അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി എണ്ണ വെച്ചിട്ട് മുളക് 2 പ്രാവശ്യം ഇടരുത്. ഇല്ല ഞാനത് നോക്കുന്നു, എനിക്കൊന്നും കാണുന്നില്ല. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇത്തിരി എരിവിൽ കഴിക്കാൻ. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരൊറ്റ തക്കാളി എടുത്തിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ മസാലയ്ക്ക് ആഡ് ആയതിന്റെ ഒരു സ്മെല്ലാണ്. ഇനി ഞാൻ കടിച്ചിടുമ്പോഴാണ് ആ കറക്റ്റ് ഫ്ലേവർ വരാം. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ അവിടെ ഒരു സാധനം വെക്കാനുള്ള സ്ഥലമില്ലല്ലോ. ഇപ്പൊ തൽക്കാലം അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഇരിക്കാൻ തന്നെ ഇതിന്റെ ഉള്ളിൽ വരെ സ്ഥലം കിട്ടണില്ല. ഈ ടെന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ 4 പേരുടെ ടെന്റാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ ഇതിൽ 4 പേര് കഷ്ടി കിടക്കാൻ മാത്രം പറ്റുള്ളൂ. അല്ല നമ്മളെ പോലെ ഒരു ലോഡ് ടെഡി, ഒരു 4-5 പില്ലോ, പിന്നെ ഒരു ലൈറ്റ്, ഒരു പെട്ടി സ്നാക്സ്, ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെന്റ് പോരാ, മതിയാവൂല. പിന്നെ ചെയ്യാൻ ഇനി അടുത്ത നമ്മൾ കല്ലുമ്മക്കായ ഇടാണ്. ഇത് നമ്മൾ വേവിച്ചിട്ടല്ല കേട്ടോ ഇടുന്നത്, അല്ലാതെ തന്നെ ഇട്ടിട്ട് ഈലും തന്നെ ഇട്ട് വേവിക്കാൻ പോവാം. കാര്യം മറ്റേതും കൂടി ആവുന്ന സമയത്ത് മൊത്തത്തിൽ ഇരട്ടിപ്പണിയായി പോകും. അത് ഇതിട്ടാ റെഡിയാവും. ഇവർക്ക് തീരെ എരിവ് പറ്റൂല. ഞാനാണെങ്കിൽ ഈ ഷാപ്പിലെ കറിയൊക്കെ പോലെ ഭയങ്കര എരിവ്. അല്ല എനിക്ക് എരിവ് പറ്റൂ, ഞാൻ കരഞ്ഞോണ്ട് ആണെങ്കിൽ എരിവ് കഴിക്കും. ഈ തല മാത്രം തണുക്കുന്നു. അത് തല മാത്രം പുറത്തുള്ളതുകൊണ്ടാണ്. തല മാത്രം പുറത്തിട്ടിട്ട് ഇങ്ങനെ ഈ കാറ്റടിച്ചിട്ട് തല മാത്രം തണുക്കുന്നു. ഇവര് രണ്ടാളും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ 2 ആളും കൂടി ഇപ്പൊ ഈ കടുക്കേന്റെ കൂട്ടത്തിലേക്ക് ഇനി ഇടും. അങ്ങനത്തെ ലെവലിലാണ് നിങ്ങൾ ഈ ഇരിക്കുന്നത്. ഇതിപ്പോ വേവാൻ കുറച്ച് സമയം എടുക്കൂലേ? അധികമില്ല, എന്നാലും ആ ഒരു ഫ്ലേവർ ഒക്കെ പിടിച്ച് കുറച്ച് ഇങ്ങനെ വരണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഇത് സമയം എടുക്കും. ഒരു 20 മിനിറ്റ് എടുക്കുമോ? എന്തായാലും അപ്പൊ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും. മൂടി വെക്കണ്ടേ? മൂടി വെക്കണം. ഇനി ഗൈസ് നമുക്ക് കല്ലുമ്മക്കായ മൂടി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പൊ ആ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചോളൂ. ഗൈസ് കല്ലുമ്മക്കായ ആവുന്ന നേരം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. കുറേ പണിയെടുത്തതാണല്ലോ, ഉള്ളി അരിഞ്ഞ് തക്കാളി അരിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. ആ നേരം കൊണ്ട് ശ്രീ നമുക്കൊരു പാട്ട് എടുത്തരും.
പാട്ടല്ലെങ്കിൽ പ്രേതകഥ പറഞ്ഞുതരാം. അതിപ്പോ വേണ്ട. അല്ല അതിപ്പോഴേ പാട്ട് പാടി കുറച്ചും കൂടി നേരമാകുമ്പോ അതിനൊരു എഫക്ട് വരും. ഇവളിന്റെ പേടിനെ ചൂഷണം ചെയ്യാണ്. നിങ്ങൾ എപ്പോഴും കണ്ടിക്കണം ഇവൾ ഇന്നെ പ്രേതകഥ പറഞ്ഞ ഇങ്ങനെ പേടിപ്പിക്കും. പ്രേതകഥ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇവർക്ക് മാത്രമേ പേടിയുള്ളൂ. എനിക്ക് ഇഷ്ടമാണ്. അല്ല എനിക്ക് എനിക്കും ഇഷ്ടമാണ് പ്രേതകഥ കേൾക്കാം. പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും കുറച്ച് കഴിഞ്ഞാല്. പിന്നെ ഒറ്റക്കൊന്നും പോവാ ഇരുട്ടിലൊന്നും അങ്ങോട്ട് പോകണ്ട. അവിടെ നമ്മളെല്ലാരും ഇല്ലേ ഇരുട്ടല്ലേ കിടന്നുറങ്ങ. ഇരുട്ട് പോവാന്ന് പറഞ്ഞ ടെന്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എങ്ങോട്ട് നാളെ മറ്റന്നാളൊക്കെ ഞാൻ പറയുന്നേ എനിക്ക് ഈ ചാലഞ്ച് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പാട്ട് പാടിത്തരാം. ഇന്ന് ഞാൻ ശ്രീന്റെ കൂടെ കിടക്കൂല കേട്ടോ. ശ്രീ അപ്പുറത്തെ സൈഡില് അഞ്ച് നടുവില് ഒരുപാട് സ്ഥലം കിടക്കല്ലേ. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ്. എനിക്ക് പ്രേതകഥ പറഞ്ഞാൽ ഞാൻ നടക്ക് പറഞ്ഞു വെറുതെ നേരിട്ടോട് പറയുന്നത് എന്തായാലും ഈ കേക്കണം. അല്ല എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. ഈ ഫാൻ കണ്ടോ, രണ്ടെണ്ണം കൂടി സുഖിച്ച് കിടക്കുക, ഫാൻ അങ്ങോട്ട് തിരിച്ച്, ഞാനാണ് അടുപ്പിന്റെ മുന്നിലും. ഞാൻ ഇങ്ങോട്ട് ഇരിക്കുന്ന എനിക്ക് എങ്ങനെ അവിടുത്തെ ഫാൻ കിട്ടുക? ഇത്രയും നേരം ഓക്ക് വേണ്ടി പുറത്തുകൊണ്ട് വെച്ച ഫാനാണ്. ഞങ്ങളൊന്നും പറഞ്ഞില്ല. പാട്ട് പഠിക്കാം. മെലഡി അല്ലേ? ഓള മെലഡി അല്ലേ? പുതുമഴ വേണ്ട. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഒരാൾ ഇവിടെ മരിക്കുന്നുണ്ട് ഗൈസ്. പാട്ടൊന്നും കേട്ടാ എനിക്ക് പേടിയാവൂല കേട്ടോ. ഷാമി ഇമാജിൻ ചെയ്യുക ആകാശഗംഗയിൽ ഇങ്ങനെ മറ്റേ കഥ പറഞ്ഞു കൊടുക്കും. നമ്മളെ മറ്റേ കഥ അത് ഞാൻ കേട്ടത്. അതെന്താ അറിയോ ഗൈസ്? ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓർക്കറിയാം. ഓർക്കറിയൂല. ഇതൊക്കെ ഏത് കാലം ഓടിയ കഥയാണ്. പുതിയ സ്റ്റോക്ക് 100ാമത്തെ പ്രാവശ്യം പറയുകയാണെങ്കിൽ ആ കഥ പേടിയില്ല. എനിക്ക് പേടിയൊന്നും. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പ്രേതകളൊക്കെ കണ്ട പ്രേത ഫിലിം ഒക്കെ കണ്ടതാണ്. മനസ്സിലായോ? ഇപ്പോഴും ധൈര്യമില്ലല്ലോ. ധൈര്യം ആശ്രയിക്കണ്ടോ? ധൈര്യം എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു ഹോട്ടലിൽ ഒരാൾ ഒരു ദിവസം റൂം എടുക്കും ഗൈസ്. അപ്പോ ആ റൂമില് അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോ ഒച്ചേക്കും. അതൊന്നും എന്റെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഇവള് നോക്കഞ്ചി കളിക്കുന്ന അയ്യ കേക്കണ്ട. ഞാൻ ഓർക്ക് പറഞ്ഞു എനിക്കറിയാ കഥ. അപ്പൊ ഒരു ദിവസം അയാൾ റൂം എടുക്കും. അപ്പൊ ആ ദിവസം എന്താണ് അയാൾ ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ആ ദിവസം ഫിലിം ഞാൻ കണ്ടതാ. റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ ആ ദിവസം അയാള് ഒരു ഭംഗിയുള്ളൊരു സോങ് കേൾക്കും. ഭയങ്കര ഭംഗിയുള്ള പിയാനോയിൽ ഇങ്ങനെ വായിക്കുന്ന ഒരു സോങ് കേൾക്കും. അപ്പൊ അയാൾ വിചാരിക്കും ആരാണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു പാട്ട് പാടുന്നത് അയാൾ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ അങ്ങനെ നോർമലായിട്ട് ആ ദിവസം പോകും. അടുത്ത ദിവസം ഇതേ പാട്ട് പിയാനോയിൽ നല്ല ഭംഗിയുള്ള ഒരു പാട്ട് ഇതേപോലെ ഇങ്ങനെ പിയാനോയിൽ ഇങ്ങനെ കേൾക്കും കേട്ടോ. അപ്പൊ അയാൾ ഇങ്ങനെ എവിടെ നിന്നാണ് ഈ പാട്ട് വരുന്നത്? മ്യൂസിക് തന്നെ പിയാനോയിൽ വായിക്കുന്ന ഒരു മ്യൂസിക് ആണ്. അപ്പൊ എവിടുന്ന ഈ മ്യൂസിക് വരുന്ന ഇയാൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ അയാളുടെ തൊട്ടപ്പുറത്തെ റൂം തന്നെയാണ്. അപ്പൊ അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അടുത്ത റൂമിലേക്ക് ചെറിയൊരു ഹോളുണ്ട്. നമ്മളെ ഈ ചുമരിനൊക്കെ ചെറിയ ഒരു ആണിന്റെ ഒക്കെ ഹോളില്ലേ, അതേപോലത്തെ ഒരു ഹോളുണ്ട്. അപ്പൊ അതിലൂടെ നോക്കുമ്പോണ്ടാവും നല്ല ഭംഗിയുള്ള നല്ല വെസ്റ്റേൺ ടൈപ്പ് ഒരു ഫ്രോക്കൊക്കെ ഇട്ട് ഒരു ഭംഗിയുള്ള ഒരു സ്ത്രീ ഇരുന്നിട്ട് ഇങ്ങനെ പിയാനോ നല്ല ഭംഗിയിൽ വായിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ അയാൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കും. അപ്പൊ അങ്ങനെ അടുത്ത രാത്രി ആകുമ്പോൾ അയാൾ കുറച്ച് ദിവസം ആ ഒരു ഹോട്ടലിലുണ്ടായിരുന്നു. അടുത്ത രാത്രി ആകുമ്പോൾ അയാൾ ഇതേപോലെ ആ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. പക്ഷെ അന്ന് പാട്ടൊന്നും കേൾക്കൂല. അപ്പൊ അയാൾ കേൾക്കാത്ത സ്ഥിതിക്ക് അയാൾ ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ എന്തായാലും നോക്കി നോക്കും. ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണില്ല. എന്തോ ഒരു ജസ്റ്റ് ഒരു റെഡ് കളർ പോലെ അങ്ങനെ എന്തോ ഉള്ളു കാണുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇയാൾ പോയിട്ട് ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കും. അതിന്റെ അടുത്ത ദിവസം ഇയാൾ പോയിട്ട് ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കും, നമ്മുടെ അടുത്ത റൂമിൽ ഒരു ആളിങ്ങനെ പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആരാ ആ റൂമിൽ താമസിച്ചിരുന്നത്? ഇപ്പോഴാണെങ്കിൽ ആ പിയാനോ കേൾക്കുന്നില്ല. അപ്പൊ ആരായിരുന്നു ആ റൂമിൽ താമസിച്ചതെന്ന് ചോദിക്കും. അപ്പൊ ഈ റിസപ്ഷനിസ്റ്റ് പറയും, അടുത്ത റൂമിൽ കാര്യമായിട്ട് ആരും താമസിച്ചില്ലായിരുന്നല്ലോ, അത് പൂട്ടിയിട്ടിരിക്കുന്നു കുറെ കാലമായിട്ട്. കാരണം അവിടെ ഒരു കൊലപാതകം നടന്നിരുന്നു, അതുകൊണ്ട് തന്നെ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു റൂം പൂട്ടിയിട്ടതായിരുന്നു എന്ന് പറയാ റിസപ്ഷനിസ്റ്റ്. അയാൾ ഞെട്ടും. കാരണം ഇയാൾ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഈ സ്ത്രീനെ അതേപോലെ അവിടെ ഇരുന്ന് വായിക്കുന്ന ഇയാൾ കണ്ടതാണ്. ഈ റിസപ്ഷനിസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയും, ആ മരിച്ചുപോയ ഒരു സ്ത്രീയാണ് അവിടെ മരിച്ചത്. ആ മരിച്ചുപോയ സ്ത്രീൻ്റെ കണ്ണ് റെഡ് കളറായിരുന്നു. എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇയാൾ അങ്ങോട്ട് ഫസ്റ്റത്തെ ദിവസം നോക്കി, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ
ഈ ചുവന്ന കണ്ണുള്ള സ്ത്രീ ഇങ്ങോട്ട് ആ ഹോളിലൂടെ എന്ന് വെച്ചാൽ ആ സ്ത്രീ അല്ല, സ്ത്രീന്റെ പ്രേതം ആ ചുവന്ന കണ്ണുകളോണ്ട് ഇങ്ങോട്ട് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവളിപ്പോ തമാശ പറയും, കുറച്ചായിട്ട് ഇവള് പേടിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഞങ്ങളില്ലാതെ ഓക്കിനി ഒന്നും പറ്റുണ്ടാവില്ല 2 ദിവസത്തേക്ക്. ഇങ്ങനെ ആക്കിയപ്പോ കയ്യില് ഞാൻ ചുവന്ന കളർ അത് കാണടി, അത് ഇനിയും കാണും, പല പല സ്ഥലത്തായിട്ട് കാണും. ഇതിന്റെ കളറ് മാറ്റി ചുവന്ന കളറാക്കി തോന്നുന്നു ടെന്റിന്. ഓടോ കളറ് ദഞ്ചി മാറ്റിയത്. ചുവന്ന കളർ ഒന്നല്ല അവിടെ. അതന്നെയാണ് ഞാൻ നോക്കുന്നത്. എന്താ ചാമി? അങ്ങനെ നമ്മളിതാ കടുക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ള കടക്ക് ഞാൻ ഒന്നെടുത്ത് തിന്നു. ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയില മാത്രം ഇട്ടാൽ മതി കേട്ടോ. കറിവേപ്പില ഇട്ടാൽ ചിലപ്പോൾ അതിന്റെ ഫ്ലേവർ പോകും. കറിവേപ്പില ഇട്ടോ 2 എണ്ണം? വേണ്ട, അത് 2 എണ്ണം ഇട്ടുണ്ട് എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട്. 2 എണ്ണം കൂടെ. ഇനി ഇടൂല, പോയാത്ത അവിടുന്ന്. ഇനി നമുക്ക് ഇത് അങ്ങനെ മൂടി വെക്കാം, എന്നിട്ട് പൊറോട്ട ചൂടാക്കാം. നമുക്ക് എല്ലാവർക്കും കഴിക്കാണ്ടാവും ഉണ്ടാവൂലേ? ഞങ്ങൾ എടുക്കും എന്തായാലും, എന്നിട്ട് അവൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ തരാം. അതായത് ഇത് നമുക്ക് ഇനി മൂടിയിട്ട് ഒരു ഭാഗത്തേ മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊറോട്ട ചൂടാക്കാം. നമ്മളിതാ പൊറോട്ട ഇത് നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാക്കണം വേണ്ടല്ലോ, ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് ചിലപ്പോൾ, എന്നിട്ട് ഇതിങ്ങനെ ആയി കഴിഞ്ഞിട്ട് ശരിക്കും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ആ ലെയറായി വരുള്ളൂ. പക്ഷെ നമുക്ക് കഴിഞ്ഞുള്ള ഇതൊന്നും ഇല്ല ഇവിടെ. നമ്മളിതാ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ ഉണ്ടാക്കി തരാം കേട്ടോ. പൊറോട്ട ഓരോന്ന് മതി, ആ കടുക്ക കുറെ എടുത്തു. അത് ശരി. ഇനി നമുക്ക് കറി വിളമ്പാട്ടോ. ആദ്യം തന്നെ ഇനി 5 ഇടാൻ പോവാ? അല്ലല്ല, കുറച്ച് മതിയെന്ന് നോക്കിയതാണ്. നല്ല സ്മെല്ലുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൊറോട്ട എടുക്കുന്നു. കഴിച്ച് കാണണ്ടേ ഇത്? എന്നിട്ട് ഇതേ പൊറോട്ടന്റെ മുകളില് കടുക്കിന്റെ നല്ല ഗ്രേവി ഉണ്ട്, ചൂടിങ്ങനെ എടുക്കുന്നു. അടിപൊളിയാണ്. ഞാനത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല ഫ്ലേവർഫുൾ കടുക്കാം. ഞാൻ ഉള്ളി അരിഞ്ഞോണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ ആയിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത ആ ഫ്ലേവർ ഒക്കെ ആ ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും ഇങ്ങനെ ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. ആകെ നമ്മൾ ഇട്ടത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി മാത്രം. ഇത് കണ്ടോ, കടുക്ക ഇങ്ങനെ കൂട്ടുക. എന്നിട്ട് അടിപൊളി. ഇപ്പൊ കട്ടൻ ചായ വേണമായിരുന്നു അല്ലേ? നമ്മളെ ടെന്റിലെ ഡിന്നർ അടിപൊളിയായി. ഈ കല്ലുമക്കായ വാങ്ങുമെന്ന് പറഞ്ഞത് എന്തായാലും നല്ല തീരുമാനമായിരുന്നു. അടിയാവും തോന്നുന്നു. നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം, ജീക്ക് എടുക്കാം. ഇഷ്ടം. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ സമയം എത്രയായി? സമയം 12:30 ശരിക്കും. നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്ത് പോയി സമയം. സമയം ഇപ്പൊ 12:30. ഇനി ഞങ്ങൾക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താക്ഷരി. ഓ, ഞാൻ മേടിച്ചു ഇവളെന്താ ഇങ്ങനെയൊക്കെ ഓകം വെച്ചിട്ടെന്ന് വെച്ചിട്ട് ഓളിനി പ്രേതകഥ പറയാൻ സർപ്രൈസ് ആയിട്ട് നമുക്ക് പ്രേതകഥ തന്നെ ഓള് പറഞ്ഞു തരാണോന്നൊക്കെ വിചാരിച്ചു. അല്ല, ഇനി നമ്മളെ മെയിൻ പരിപാടി പറഞ്ഞാൽ അന്താക്ഷരിയാണ്. അതിന് മുന്നേ എനിക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ 5 പറഞ്ഞ പോലെ നമ്മളെ രാവിലത്തേക്ക് ഉറുമ്പ് എടുത്ത് കൊണ്ടുപോകും. 5 അത്യാവശ്യം ഉറക്കക്ഷീണതുണ്ടോ, കണ്ണൊക്കെ മാളിപ്പോളെ. അന്താക്ഷരി കളിക്കാതെ ഞങ്ങളെ വിടൂല. ഞാൻ റെഡി, എനിക്ക് ഇവക്ക് എന്താ പറയാ, ഇവിടെ രാത്രി ഇരിക്കും, പക്ഷെ രാവിലെ ഓള് ഉറക്കം തന്നെ ആയിരിക്കും. ഞാൻ കുത്തി പൊന്തി എണീപ്പിക്കട്ടോ, തമാശ ഇവള് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുക. 5 നേരത്തെ കിടന്നുറങ്ങും, മിനിറ്റ് രാവിലെ നേരത്തെ എണീക്കും. ഞാൻ ഇതിന്റെ മിഡിലായിട്ട് വരും. ആ സ്നാക്ക് ബോക്സ് എടുത്ത് പുറത്ത് വെക്ക് ഷമി. എന്റെ സൈഡിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്താൻ പറ്റണ്ടേ? സൂപ്പർവൈസർ ഞാൻ എടുത്ത് വെച്ചോളാം. ഈ ഫാൻ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ മാറ്റി എനിക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ടെഡി ഞങ്ങൾക്ക് തന്നെ ഇവിടെ സ്ഥലം. അല്ല, കഴിഞ്ഞ ടെന്റിൽ നമുക്ക് ടെഡികളെല്ലാം വെക്കാൻ സ്ഥലം. അയ്യോ, അത് പാലിക്കുമ്പോ നല്ല സുഖം തോന്നും. സത്യം, ഇത് 3 എണ്ണം കൂടെ ഒരൊറ്റ ടെന്റിന്റെ ഉള്ളിൽ. പക്ഷെ രസമുണ്ട് കേട്ടോ. അത് ഊരി അത് ഓഫാവും. ഓഫായി കഴിഞ്ഞ പ്രാവശ്യം
ഓരോരുത്തരുടെ നെയ്ബേഴ്സ് പോലെ ആയിരുന്നു. ഓരോരോ ടെന്റ് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു. ഇപ്പൊ എല്ലാരും കുടുംബക്കാരെ ഒറ്റ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇതേ ടെന്റൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് തലയണ വയ്ക്കാം. ഒരു തലയണ എനിക്ക്, ഒരു തലയണ ശ്രീക്ക്, ഒരു തലയണ അഞ്ചിക്ക്, ഇതിൻ്റെ ഇടയിൽ ഇവരും. അങ്ങനെ ഞങ്ങളിത് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കാം. ഗുഡ് നൈറ്റ് ആയിട്ടില്ല. കാറ്റിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടില്ല. അങ്ങോട്ട് വെച്ചോ. അത് ഈ പിടിച്ചോണ്ടിരിക്കാൻ അല്ല, കുറച്ച് നേരം ഞാൻ പിടിച്ചേരാം. ഇത് അടക്കട്ടെ. അത് അടക്കി. ഇനി നമുക്ക് ടെന്റിന്റെ ഡോർ അടയ്ക്കാം. ഒരു നെറ്റിന്റെ ഡോറും കൂടെ ഉണ്ടല്ലോ ഫോർ സേഫ്റ്റി, അതും കൂടെ ഇട്ടോ. 2 ഡോറാണ് നമ്മുടെ നെറ്റ് ടെന്റിന് ക്ലോസ്ഡ് ആയി ഇപ്പൊ. ഇപ്പൊ മൊത്തത്തില് ക്ലോസ്ഡ് ആയി. ഞങ്ങള് 3 പേരും കിടന്നു. ഇതാണ് പക്ഷെ ഞങ്ങൾ കിടക്കുമ്പോഴുള്ള വ്യൂ. മുകളിൽ ഇത് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇതൊന്നല്ല, മുകളിലേക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇത് കിടക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് 3 ആൾക്കും കിടക്കാൻ വേണ്ടി. ഇത് ശരിക്കും 4 പേരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ആൾക്ക് വലിയ കുഴപ്പമില്ലാതെ കിടക്കാം. 3 ആൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ആ ഒരു സമയത്താണ് ബുദ്ധിമുട്ട്. കിടക്കാൻ കുഴപ്പമില്ല. പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നു ഈ ടെന്റിന്റെ തുറന്നിടേണ്ടി വരും കേട്ടോ, എന്നാലേ കുറച്ചെങ്കിലും മറ്റേത് തുറന്നിട്ട് നെറ്റ് മാത്രം വേണമെങ്കിൽ ഇടാം, പക്ഷെ വേണ്ട. നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് ആണ്. കാരണം ഇത് അത്യാവശ്യം ചൂടുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ നല്ല സുഖമായിരിക്കും. ഇനി ഗൈസ് നമുക്ക് അന്താക്ഷരി കളിക്കാം. തുടങ്ങിക്കോ. ഒറ്റ ലൈറ്റർ വെച്ച് കളിക്കാം. തോക്കും. എന്നാ പിന്നെ വേഗം ശ്രീ തുടങ്ങിക്കോ. താമരപ്പൂവിൽ വാഴും ദേവി. പാട്ട് എന്തിനാ ഞാൻ പാടി. ഈ ഷാമി, ഞാന് ചെറുപ്പം മുതൽ പാടുന്ന പാട്ടാണ്. താമരക്കുരുവിക്ക് തട്ടവിട് തങ്കക്കിനാവില് കമ്മലിട്. ഞാന് താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി തളിരിട്ട കിനാക്കൾ മാല വാങ്ങാൻ. ഷാമി ഔട്ട് ഔട്ട് ഔട്ട്. ഞാൻ അലക്കിട്ടെ ഞാൻ നിങ്ങള് പാട്ട് കേട്ടിരുന്നു. പറയണ്. ഒരു പാട്ടിൽ എന്തോ തളിരും തളിരും അങ്ങനെ എന്തോ ഒരു പാട്ടിലായിരുന്നു. ടിക് ടിക് 7, ഷാമി വേഗം. ടിക് ടിക് 8, ടിക് ടിക് 9. കൊറേ പാട്ടറിയാൻ കിളിയായി കൂറുക. എല്ലാം കൂടെ പറയില്ല, എടുത്ത് പാടണ്ട്. അടുത്ത ലെറ്റർ തുടങ്ങില്ല. തിങ്കളിക്ക് നടുവ് കിടന്നു. അതന്നെ ഞാൻ പാടി തിങ്കളെ പൂത്തിങ്കള്. ഞങ്ങളിവിടെ ജോലി അടിച്ച് കിടക്കുന്നതാണ് ഗൈസ്. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ അന്താക്ഷരി കളിച്ച് ജയിച്ചത്. എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല. അവൾക്ക് ഇപ്പൊ ഉറക്കം വരൂല. നമുക്ക് കുറച്ചു നേരം കൂടെ കഴിയാലേ ഉറക്കം വരുള്ളൂ. ഉറങ്ങാൻ വിടാൻ തോന്നുന്നില്ല ഗൈസ്. അതന്നെ രാവിലെ ആകുമ്പോ നേരത്തെ എണീപ്പിക്കുമ്പോ മനസ്സിലായി. വേഗം കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. നമുക്ക് രാവിലെ സൺറൈസ് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോഴാണ് ഉണർന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കേ കിട്ടിയിട്ടില്ല. നല്ല ചൂടായിരുന്നു. നമ്മളിപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. സമയം 8 മണി എന്തോ ആയി. സൺറൈസൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആരും എണീച്ചില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. നമുക്കിനി പുറത്തത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കി നോക്കാം. നല്ല വെയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും രാവിലെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. സൂര്യനതാ ഉദിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് തുറന്നപ്പോഴാണ് കേട്ടോ പിന്നെയും തണുപ്പ്. ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. അത് തുറന്നിട്ടപ്പം
കുറച്ചൊരു സമാധാനമുണ്ട്. ശരിക്കും രാവിലത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടിയിരുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. വേണ്ടല്ലേ ഫുള്ള് വിയർത്ത് അങ്ങനത്തെ ചൂടാണ്. രണ്ടുപേരും എപ്പോഴും നല്ല ഉറക്കം കേട്ടോ. നമുക്ക് മെല്ലെ ഓരോരുത്തരായിട്ട് വിളിച്ചെണീപ്പിക്കാം, എന്നിട്ട് നമുക്ക് ചായ വെക്കാം. ഇതുണ്ടോ രണ്ടുപേരും നല്ല ഉറക്കം. ഇനി നമുക്ക് ഫ്രഷ് ആവണം, ചായ വെക്കണം, ആദ്യം വരെ വിളിച്ചെണീപ്പിക്കണം. ഇപ്പോലൊക്കെ എന്തൊക്കെ വായിക്കുന്നു. എനിക്ക് 8 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഷാമി ഞാൻ എണീച്ച്. നല്ല ചൂടുണ്ട്. എണീച്ചോ? ഇനി കിടന്നിട്ട് കാര്യമില്ല, 8 മണി കഴിഞ്ഞ്. എണീക്ക് എണീക്ക്. നല്ല വെയിലുണ്ട് ഗൈസ്. കറക്റ്റ് വെയിൽ ഫുള്ള് നമ്മുടെ ടെൻറ്റിൻ്റെ മുകളിലേക്കാണ്. എന്നാലും രാവിലെ തന്നെ എണീച്ചപ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. ഫ്രഷായിട്ട് ഇവിടെ ഫുള്ള് കാണാം. ആരും എണീക്കില്ല വിളിച്ചിട്ട്. 5 എണീച്ച് ഗൈസ്. ഉറങ്ങിയോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉറങ്ങിയ, പക്ഷെ ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്. ടെൻറ്റിലാരും ഇരിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം ഇതുണ്ടോ ചൂടടിക്കുന്നത്. നല്ല വെയിലാ. നമുക്ക് മോർണിംഗ് സൂര്യൻ ഉദിക്കുന്നൊക്കെ മിസ്സായി. ഞാൻ കണ്ടിട്ടൊന്നും, ഞാൻ അപ്പം എണീച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും രാവിലെ തന്നെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഞാൻ എത്ര നേരം നിങ്ങളെ വിളിക്കുന്നു. എണീക്കാൻ പറ്റണ്ടേ? എത്രയോ സമയം കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയത്. ഉറങ്ങിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ ബോധം ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഉറങ്ങൂലേ, അങ്ങനെ ഒരു ഉറങ്ങിപ്പോയില്ല. ലാസ്റ്റ് കുറച്ചാണ്, ഒത്തിരി ഒന്നും നല്ല ഉറങ്ങിയത്. ഷാമിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. എനിക്കൊരു ചൂടാന്നറിയത്തിൻ്റെ ഉള്ളിൽ. എൻ്റെ അമ്മേ ഇന്നലെ രാത്രി എങ്ങനെ ഉറങ്ങിയെന്ന്. ശരിക്കും 3 പേർക്ക് ഇതിൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കിത് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അതേ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ടെൻഡ് ചെയ്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. ഇതുണ്ടോ 5ൻ്റെ ആ സൈഡിൽ ഫുള്ള് വെയിലടിക്കുക. അത് കൊണ്ടിട്ടാണ് ഞങ്ങൾ കുറച്ചൊക്കെ വെയിലൊതിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് കൊണ്ടിട്ടാണ് ഞങ്ങൾ കിടന്നത്. പുറത്തേക്ക് വരുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ടല്ലേ. അങ്ങനെ ഗൈസ് നമ്മുടെ മോർണിംഗ് ടീ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായ കേട്ടോ. ഇന്നലെ കടുപ്പം കൂടിപ്പോയി, ഇന്ന് കടുപ്പം കുറച്ച് കറക്റ്റ് കടുപ്പം കുറച്ച് ബാലൻസ് ചെയ്തിട്ടുണ്ടാക്കിയ. ചൂടുള്ള ചൂടുള്ള കട്ടൻ ചായ. ഈ കട്ടൻ ചായ തീരുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയാലോ? എന്നാ പിന്നെ വേറെ കട്ടൻ ചായ ഉണ്ടാക്കണ്ടല്ലോ. എന്നാ പിന്നെ എന്തുണ്ടാക്കും? പാസ്ത ഉണ്ടാക്കാം. രാവിലെ ഞാൻ വിചാരിച്ചിരുന്നത് ദോശമാവ് വെച്ചിട്ട് ദോശയും പിന്നെ ചമ്മന്തിയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ദോശയും ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ പറ്റും. അത്രയും ചൂടാണ്. അതോടെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ഉണ്ടാക്കാം. ഒന്നാമത് നമ്മൾ ഇവിടുന്ന് ഇതിന്റെ ഉള്ളിലും ചൂടാണ്, പിന്നെ പുറത്തുനിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചൂടടിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ല, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത് പാസ്തയാണ്. നേരെ പാക്കറ്റ് എടുത്ത് കയ്യിലേക്ക് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കാം, കാരണം ചോറൊന്നും ഉണ്ടാക്കണല്ലോ. അതാകുമ്പോ അത് ടാലി ആയി പോകും. ടെന്റിലാവുമ്പോ ലിമിറ്റഡ് ഫുഡ് കഴിക്കുന്നത്. അതിന് നമ്മളെ സ്നാക്സ് ഉണ്ട്, അതിനെന്തെടുക്കാ? അത് ഞാൻ മറന്നുപോയി. കടലമിഠായി ഇത് പിടിച്ച എന്തെടുക്കും? ബിങ്കോ ആണോ? ബിങ്കോ രാവിലെ തന്നെ വേണ്ട. ഞാൻ ബിസ്ക്കറ്റ് ഒന്ന് എടുക്കട്ടെ. മറന്നുപോയി എനിക്ക്. ഞാൻ ഈ ബണ്ണ് എടുക്കട്ടെ. ഇതൊരു ക്രീം ബണ്ണാണ് കേട്ടോ. ഇതെന്താ ടേസ്റ്റ് എന്ന് വിചാരിച്ചു. അഞ്ചയ്ക്ക് എന്താ വേണ്ടേ? എനിക്ക് ബിസ്ക്കറ്റ് തന്നെ മതി. സ്നാക്സിന്റെ ബോക്സ് ഒക്കെ തന്നുകൊണ്ട് ആവശ്യത്തിന് കഴിക്കാനേ. ഈ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് പറ ഷാമി വേഗം. എന്നാ പിന്നെ അതിൽ നിന്ന് എനിക്കൊരു പീസ് വേണം. രസമുണ്ട്, കുഴപ്പമില്ല. ശ്രീക്ക് ഇഷ്ടമായി. ചായന്റെ കൂടെ കഴിക്കണം. ഭയങ്കര ക്രീമുള്ളതല്ല. ഇല്ല
ഇത് മറ്റേ കസ്റ്റർഡ് ബൺ അങ്ങനെ എന്തോ പോലെ അല്ലേ? മിൽക്ക് ബണ്ണ് എന്തോ പറഞ്ഞ സംഭവം. അത് മതിയായിരുന്നു ചായന്റെ പെർഫെക്റ്റ് മാച്ചാ. ഒച്ചണ്ടായില്ല. നല്ല വെയിൽ വന്നു, പുറത്ത് ഫുള്ള് നല്ല വെയിലപ്പം. പക്ഷെ ഇവിടെ സൺറൈസ് കാണാൻ നല്ല രസം ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവായിരുന്നു. പക്ഷെ സണ്ണ ഏകദേശം ആ തെങ്ങിന്റെ ഉയരത്തിലെത്തിയപ്പോഴാണ് ഞങ്ങൾ എല്ലാരും എണീച്ചത്. രാവിലെ കുത്തിപ്പൊക്കുന്ന കാര്യം പറഞ്ഞ് 5 സെക്കൻഡ് എണീച്ചു. ഞാൻ ആദ്യം എണീച്ചു. ഞാൻ ഒരു കാര്യം പറയണ, എനിക്ക് എണീക്കാൻ പറ്റണ്ട. ഞാൻ ഉറങ്ങിയില്ല, സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ട് കുറച്ചു നേരം എങ്ങാനും ഉറങ്ങി പോയിട്ടേ ഉള്ളൂ. എന്താ അറിയോ, 3 പേര് ഒരുമിച്ച് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങണം. മറ്റേത് ഒരാൾ ഉണർന്നിരുന്നാലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോ ഈ ടെന്റ് ഒന്നാകെയാണ്. ഈ ടെന്റിന്റെ ഉള്ളിലെ ചൂട്, പിന്നെ എല്ലാരും കൂടി ഒന്നിച്ച് കിടക്കുമ്പോഴുള്ള ചൂട്, അതിന്റെ കൂടെ ഈ പുതപ്പിന്റെ ചൂട്, പുറത്തുനിന്നുള്ള വെയിലിന്റെ ചൂട്, എങ്ങനെ ഉറങ്ങാൻ പറ്റും? പിന്നെ ആ ഒരു കുഞ്ഞു ഫാനാണുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ഇരുന്നിരുന്ന് ഊരവേദന ആവുന്നുണ്ടല്ലേ? ആർക്കും നല്ല വേദന ഉണ്ട്. എനിക്ക് ഊരും കാലും ഒക്കെ വേദനയുണ്ട്. കുറച്ചിങ്ങനെ ബെൻഡായി പോയി. അതില്ലേ, കോർണറിലേക്ക് ഇരിക്കുമ്പോ നമുക്ക് ഫുള്ള് സ്ട്രൈറ്റ് ഇരിക്കാൻ പറ്റില്ല. ഈ പോർഷനിൽ മാത്രമേ ഉള്ളൂ നല്ല ഹൈറ്റ്. അപ്പൊ കോർണറിൽ ഇരിക്കുമ്പോ കുറച്ചിങ്ങനെ ബെൻഡായി ഇരിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാസ്ത ഉണ്ടാക്കാണ്. ഇപ്പൊ സമയം 10 മണിയായിട്ടോ. പിടിച്ചെടുക്കലാണ് എന്റെ പണി. ഇവിടെ ഈ അടുപ്പിലെടുത്തിരിക്കുമ്പോ ഭയങ്കര ചൂടാണ്, അപ്പൊ ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റും. പോരാതെ ചൂടിന്റെ കാരണം വേറെ ഒന്നും കൂടെ ഉണ്ട്. ആ വെയില് നല്ല അടിപൊളി വെയിലാണ്. അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വെയില്. പക്ഷെ രാവിലെ ടെന്റിന്റെ ഉള്ളിലായിരുന്നു വെയില്. ഇപ്പൊ ഭാഗ്യത്തിന് ടെന്റിന്റെ പുറത്താണ്. അതിനോട് കുറച്ച് ആശ്വാസം ഉണ്ട്. നല്ല കുറച്ചല്ല, നല്ല ആശ്വാസം ഉണ്ട്. മറ്റേ ബാറ്ററി തീർന്നു. അത് അവിടെ നിന്നും കൂടെ കുത്തിയെടുത്തോ. അപ്പൊ നമ്മൾ പാസ്തക്കുള്ള ആ ഒരു മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാക്രോൺ ഇട്ട് കൊടുക്കാം. ഇത് ചീസ് ഫ്ലേവർ ആട്ടോ. ഞങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഷൂട്ട് നേരത്തെ കഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെന്റിൽ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പാക്കറ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ പോർട്ടബിൾ സ്റ്റൗ ഒക്കെ ഉണ്ടാവില്ല, കുഞ്ഞു സ്റ്റൗ ഉണ്ടാവില്ല, പോർട്ടബിൾ ആയിട്ടുള്ള അങ്ങനത്തെ സ്റ്റൗവിലൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് അങ്ങനത്തെ സ്റ്റൗ വാങ്ങണം. ആദ്യം വലിയൊരു ഫാന് വേണം, എന്നിട്ട് വേണം അതൊക്കെ വാങ്ങിക്കാൻ. നമുക്ക് 3 പേർക്കും കൂടെ ഒറ്റ കുഞ്ഞു ഫാനായി. 3 ഫാൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലേ? അതെ, പിന്നെ ചാർജ് ഒരു നല്ല ഫാൻ ഉണ്ടായാൽ മതി. ഒരു കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്ന കുഞ്ഞി കൂളറൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഈ ടെന്റ് കൊണ്ടിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല മഞ്ഞൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു തണുപ്പുള്ള സ്ഥലത്ത് പോകണം. അങ്ങനെ നമ്മൾ പാസ്ത ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്രീമി കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. ചൂടൊന്നും ആരെയും എടുത്താൽ മതിയായിരുന്നു. അതാ ഞാനും ആലോചിക്കുന്നത്. അങ്ങനെ ചൂട് പാസ്ത റെഡി ആയിട്ടുണ്ട്. നഞ്ചിക്ക് ശ്രീ എന്തായിരിക്കും പെട്ടെന്ന് ചൂടാറട്ടോ. ആ ഫാനൊന്നും വെക്കൂലേ? നല്ല ക്രീമിയാണ്. ചൂടോടെ തന്നെ കഴിക്കാം. നല്ല ചീസിന്റെ ഫ്ലേവർ ഉണ്ടേ. ഇത് ചൂടോടെ തന്നെ കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടിപൊളി. ഇവരൊക്കെ പാസ്ത കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയുണ്ട്. എന്റെ ഫുൾ തീരുന്നില്ല. കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല. അതില് ചായ തീർന്ന്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരമായി. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. പിന്നെ വെയിൽ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ട്. എന്നാലും 3 പേരും ബോറടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുക. ഞങ്ങൾ കുറേ നേരം വർത്താനം പറയും. കുട്ടികൾ താഴെ നിന്ന് കളിക്കുന്നുണ്ട്. എങ്ങനെയാ ഇവര് വെയിലത്ത് കളിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എത്ര നേരമായി കേട്ടൊരു കൊതിയാവുന്നു ഇറങ്ങി പോവാന്.
ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഗൈസ്. നമുക്ക് ചൂടെടുത്ത് ചൂടെടുക്കുന്നുണ്ട്. ഫാനിന് ഇവിടെ അടി ഒരു പണിയാ. 1 മിനിറ്റ് ഞാൻ ഈ ഫാൻ വെക്കും. 1 മിനിറ്റ് എനിക്ക് കിട്ടില്ല. 1 മിനിറ്റ് 5 ഫാൻ വെക്കും, 1 മിനിറ്റ് ഷാമി. അങ്ങനെ നമുക്ക് മാറി മാറി ഫാൻ വെക്കാം. അപ്പൊ കുറച്ച് കാറ്റില്ലല്ലോ. ആദ്യത്തെ 1 മിനിറ്റ് വെച്ചോ. 2 3 4 5 സല്ല് പുറത്തൊന്ന് ചിരിക്കുന്നു. 7 സെക്കൻഡ് വേഗം പോവും. 8 9 60 സെക്കൻഡ് 10 11 52 51 54 55 56 57 58 60 കഴിഞ്ഞു. ഞാനാ 1 2 3 ഞാനോള് 4 5 6 അയ്യോ ചൂടെടുക്കുന്ന 7 57 58 53 ഞാനൊരു കാര്യം 1 2 3 4 5 6 ഓർക്ക് എണ്ണ വിട്ടുപോയതാ. 8 9 10 56 57 59 60 ശരിക്കും ഇപ്പൊ അങ്ങോട്ടോട്ട് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ നമ്മളെ രൂപം മാറി. പിന്നെ അല്ലാണ്ട് എല്ലാരും കൂടെ വിയർത്ത് ഒലിച്ച് എന്തൊക്കെയോ കോലായിണ്ട്. ഗൈസ് ഇനി നമ്മള് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ലഞ്ചിന്റെ പണി നോക്കണം. ഷാമിയാണ് നമുക്ക് ലഞ്ച് ഷാമി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് സ്പെഷ്യൽ ആയിട്ട്. സ്പെഷ്യൽ ഒന്നുമില്ല ഞങ്ങൾക്ക് ദോശ നല്ല അടിപൊളി ഉള്ളിക്കറി. അല്ലെങ്കിൽ കോഴിമുട്ട കറി ഞാനതൊക്കെ പ്രതീക്ഷിച്ചു. അല്ലേ അതെ, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല. നിങ്ങളിപ്പോ തൽക്കാലത്തിന് ഉള്ളിക്കറി കിട്ടിയാണ് ഇവിടെ ഗൈസ് ചെറുതായിട്ടൊരു മഴക്കാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി മഴ പെയ്താലോ തണുപ്പിച്ച് ചൂടത്ത് എത്ര നേരം ഇന്നലത്തോടെ ഞങ്ങൾ ഈ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളി എരിയൂലാൻ തീരുമാനിച്ച്. എല്ലാരും കണ്ണു കണ്ണെരിഞ്ഞിട്ട് എത്ര നേരം അറിയോ? ഒന്നാമത് പുകച്ചില് പോരാതെ കണ്ണും കൂടെ എരിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റൂല. പുറത്തുനിന്ന് ഉള്ളി എരിഞ്ഞാൽ മതി. അതല്ല ഇന്നലെ രാത്രിക്കത്തെക്കാട്ടും ചൂട് രാവിലെ അല്ലേ? രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നലെ രാത്രി വിചാരിച്ചില്ലേ അതാണ് ഭയങ്കര ചൂട്. ചെറിയ ഒന്ന് ചെറുതായിട്ട് ഇല ഇളകി അത്രേ ഉള്ളൂ. അല്ല ഇന്ന് രാവിലെ തന്നെ കറക്റ്റ് നമ്മുടെ ഈ ടെന്റിന്റെ മുകളിലായിരുന്നു വെയില്. ഞങ്ങള് വെയില് കൊണ്ട് അങ്ങനെ നമ്മള് ഉള്ളിക്കറിക്ക് തട്ടിക്കൂട്ടി ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതന്നെ ഉള്ളിക്കറി കറിന്നോട് പറയല്ലേ. അതിന് നമുക്ക് ആദ്യം കഴുകാട്ടോ. ഒരു എഗ്ഗും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ളി വാട്ടയിൽ എഗ്ഗും കൂടെ ഞാൻ പറഞ്ഞില്ലേ മസാല ഒക്കെ രാവിലെ ചോദിച്ചാ മതി. അത് വേണ്ട കട്ട് ചെയ്തിട്ട് ഇട്ടോ നല്ല. പക്ഷെ എഗ് ഇല്ലല്ലോ. എഗ് ഇല്ലല്ലോ. ഉള്ളത് വെച്ച് ചെയ്താൽ മതി. കുറച്ച് പണിയുണ്ട് ഇപ്പൊ. ദോശയും മറ്റു ഉള്ളിക്കറി ശരിയാക്കി തരാം. ഞങ്ങൾ എന്താണോ കഴിക്കുന്നത് അതന്നെയാണ് കാക്കിയും കഴിക്കുക. ഞങ്ങളിവിടെ 4 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് കഴിക്കുമ്പോ 3 പ്ലേറ്റിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഒരു പ്ലേറ്റ് ഇതേ അങ്ങനെ ആ സൈഡിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നോ കഴിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ പറയുന്നല്ല, രാത്രി നല്ല ലാവിഷായിട്ട് കടുക്ക വരട്ടിയതൊക്കെ ആയിരുന്നു. അപ്പൊ നല്ല ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു. എരിവ് ഈ കുറച്ചല്ലിട്ട് അത് ഇവന് തീരെ എരിവ് പറ്റില്ല. അപ്പൊ എരിവ് ഇത്തിരി കുറച്ചിട്ടാട്ടത്. പക്ഷെ നല്ല ടേസ്റ്റ് കുത്തുന്നേരുന്നില്ലേ? നല്ല ടേസ്റ്റ്. ഇല്ല നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിക്ക് ഒരു പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇത് കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും തരാത്ത കഴുകാൻ വെറുതെ നിൽക്കണ്ട. ഞാനിത് അവിടെ ഉള്ളിക്കറിക്കുള്ള ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സ്നാക്സ് ബോക്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കൊറേ നേരമല്ലേ നമ്മള് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട്. നല്ല വിശപ്പുണ്ട്. ഇതാവാൻ കുറച്ച് സമയം എടുക്കും. ടൈം വരെ മതി കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ക്ഷമിക്കണോ? നമ്മൾ കുറെ നേരം കഴിച്ച് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട്. അപ്പോ ഇത് കഴിച്ചിട്ട് നമുക്ക് സ്നാക്ക് ആയിട്ട് കുറച്ച് നേരത്തേക്കുള്ള ഒരു ആശ്വാസത്തിന് നമുക്ക് ഇത് കഴിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശയും എന്തായാലും ഷാമി എന്തായിരുന്നു ഉള്ളിക്കറി. ശരിക്കും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെ മസാല ദോശ ഉണ്ടാക്കിയിരുന്നു. ഉരുളക്കിഴങ്ങ് ഇല്ലായിട്ടാ ഞങ്ങൾ സല്ലുവിനോട് ചോദിച്ചതാ ഒരു എഗ്ഗോ ഉരുളക്കിഴങ്ങോ എന്തെങ്കിലും മേടിച്ചു വരുമെന്ന്. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞു. ആകെ ഉള്ളിയും തക്കാളി മാത്രമേ ബാക്കിയുള്ളൂ. വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ആകെ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഓണം കഴിക്കാനുള്ളത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ അരിയുന്നു അപ്പോഴൊക്കെ ഈ വിരലിന്റെ ഇവിടെ അല്ലേ ഈ മടക്കുന്ന രണ്ടും അല്ലാത്തൊരു സ്ഥലം. ഈ മടക്കുന്ന ഭാഗല്ലേ അവിടെ മുറി എപ്പോഴും എനിക്ക് പേടിയാ. ശ്രീക്ക് അത് പേടി ആലോചിക്കുന്നത്. കണ്ണരിയുണ്ട്.
എനിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലേ ഷാമി കുറച്ചുകൂടി ടെന്റിന് പുറത്തേക്ക് വെച്ചാലത് എടി കണ്ണ് അല്ലെങ്കിൽ ഞാൻ അവിടെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ഇരുന്ന് അരിയ കണ്ണടിച്ചിരുന്നു അപ്പുറത്ത് കണ്ണിന് വെള്ളം വരാതിരിക്കാൻ ഇവിടെ അങ്ങനെ എന്തോ വെക്കൂല ഉള്ളി ചെവിന്റെ ഒട്ടുന്ന് ഡയറക്റ്റ് കണ്ണിലേക്ക് കിട്ടിക്കോളും ആൾറെഡി കത്തിന്റെ അറ്റത്ത് വെക്കൂ കത്തിന്റെ അറ്റത്ത് ഒരു കഷ്ണം വെച്ചതിന്റെ അരിയും തോന്നുന്നു പരീക്ഷിക്കോ നമുക്ക് ഇന്നത്തെ തീരുമാനാക്കാം ശരി കയ്യിലുള്ള ആക്കല്ലേ ഇങ്ങനല്ലേ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് ഇനി ശ്രീന്റെ കണ്ണെരി ഉണ്ടോ നമുക്ക് നോക്കാം ഈ കണ്ണെരിഞ്ഞ ഓൾറെഡി എരിഞ്ഞപ്പോ പോണ്ടേ അപ്പൊ ഇപ്പൊ ഉണ്ടോ ഇരി ഉണ്ടോ കണ്ണ് ചെറുതായിട്ടുണ്ട് എന്നാ അതൊക്കെ പോക്കുന്നുണ്ട് നമുക്ക് പരീക്ഷ നടത്താം അല്ല എനിക്ക് എന്റെ എരിവ് കുറഞ്ഞ പോലെ ഒരു ഫീൽ എനിക്ക് സത്യമായിട്ട് കാര്യായിട്ടില്ലേ ശ്രീക്ക് വന്നിട്ടോ ഇല്ലേ എരിവ് കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ട് ഷാമി എനിക്ക് എരിയുന്നരിയാണല്ലോ അത് എനിക്ക് അതിൽ വിശ്വാസമല്ലേ ഉണ്ടാ ഇപ്പൊ നല്ല മഴക്കാറുണ്ട് കേട്ടോ നോക്ക് നല്ല കാർമേഘം മൂടി മഴ കിടക്കുന്നുണ്ട് പെയ്താ മതി ഈ ചൂടിന് ചെറിയൊരു ആശ്വാസം കിട്ടിയാണ് ഇപ്പൊ 2:30 ആയിട്ടല്ലേ ഉള്ളൂ സമയം ആ 2:30 ആയിട്ടുള്ളൂ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് നമുക്ക് ഷാമിക്ക് ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ നമുക്ക് ഈ ദോശേന്റെ ബാറ്റർ ഈ പാത്രത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചു കൊടുക്കാം എത്ര ദോശ വേണം നിങ്ങൾക്ക് ഈ 3-4 പോരെ 3 ഒരാളോ ഇല്ല 2 മതി അല്ലേ എനിക്ക് 2 മതി 2 മതിയോ ഇത് എത്ര എടുക്കാല്ലേ ഷാമി പാത്രം എത്ര വലിപ്പമുള്ളൂ ആ മതി എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കണം എന്നല്ലേ ഈ പറഞ്ഞു എടുക്കുമ്പോ ഓർമ്മിക്കണം ഷാമിന്റെ ബുദ്ധി ഷാമിന്റെ ബുദ്ധി മുളകുപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എന്നിവ നമുക്ക് എടുക്കാം അതൊക്കെ നമുക്ക് ഇട്ടാലോ ഇതില് കുറച്ചൊരു മസാല ദോശ അതെ ഞാൻ പറയാൻ വന്നത് അങ്ങനെ ആക്കിയാലോ കുറച്ചിട്ടോ എന്നാ കുറച്ചിടാം ബാജി ആണെങ്കിൽ അടിപൊളി അവനെ കഴിഞ്ഞോ മല്ലിപ്പൊടി വേണ്ട ഇത് നല്ല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പൊ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി താളിക്കാനുള്ള കേട്ടോ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ കേട്ടോ മഴ പെയ്യൂ മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കാര്യം നല്ല ഇരുണ്ട് മൂടി വന്നിട്ട് ഇപ്പോഴും ചൂട് കൂടുന്നല്ലേ ചൂടുണ്ട് മഴക്കാരനായിട്ട് ചൂട് കൂടുതലാണ് നല്ല സ്മെല്ല് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് ഇഷ്ടമാണ് സ്മെല്ല് നമ്മളത് ദോശയുടെ ബാറ്റർ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് മസാല ബാറ്റർ അതെ മസാല ബാറ്റർ ഇനി നമുക്ക് ഈ തക്കാളിന്റെ ഈ സാധനം ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദോശ നല്ല ചൂടോട് കൂടി കിട്ടില്ല ഞങ്ങളപ്പോഴത്തേക്കിനും ടെന്റ് വൃത്തിയാക്കാണ് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ശ്രീ ഗൈസ് ഷാമിപ്പാവോ 10 മിനിറ്റ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം എന്താ മുഖം കാണില്ല സിനിമ കട്ടിത്തരാം ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്ന് തരാം ജീവൻ കട്ടിത്തരാം നമ്മളുടെ സ്നേഹം തന്നെ തരാം മധുര ലഡുവിൽ കാണും തുടുമുന്തിരി പോലെ നിന്റെ സങ്കലും ഇല്ലേ തരി നമ്മുടെ ഇഷ്ടം വേഗം സൊല്ലോ ഒന്ന് വേഗം സൊല്ലോ പണ്ട് രാമൻ സീതയെ നോക്കും അതിരി കാവൽ നിന്ന് തരാം പിന്നാലെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ ഹൈ സുന്ദരി അങ്ങനെ നമ്മളെ ലഞ്ച് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോരുത്തർക്ക് 2 ദോശ വീതം ഇത് വലുതാ 5 ഒന്ന് മതി ഇപ്പൊ ഞാൻ പിന്നെ എടുത്തോളാം എനിക്ക് ഒന്നും എനിക്ക് ഒരു പ്ലേറ്റ് ഉള്ളു തിന്നാൻ ഇത് കയ്യിലിട്ടോ ഓക്കെ ഇനി ഉള്ളി ഇത് വളരെ റേഷനാണ് കേട്ടോ ഇവർ രണ്ടാളും പറഞ്ഞ എന്റെ അടുത്ത് അത്ര ഉള്ളി മതി അപ്പളേ ഞാൻ പറയുന്നത് ഇത് കുറഞ്ഞു ഉള്ളിയാണോ കരിവേപ്പിലാണോ അതാ ഞാൻ ചോദിക്കുന്നത് ഉള്ളിയാണോ കരിവേപ്പിലാണോ കഴിക്കണ്ടേ വേണമെങ്കിൽ മുളക് ഒരു മുളക് തരോ വെറുതെ ഒരു ഭംഗി ഇത് നിങ്ങൾ നോക്കണം ഉള്ള കരിവേപ്പില മൊത്തം എനിക്ക് ഉള്ളി അതിൽ 2 കരിവേപ്പില കഷ്ടി ഇതിലും കണ്ടോ 2 കരിവേപ്പില ഇത് കണ്ടോ 2 4 5 ഒരു മുളക് ഇവിടെ വേറെ കരിവേപ്പില ഇതാണ് ഞാൻ കഴിക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ആ ചെമ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കി ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇപ്പൊ പറഞ്ഞുതരാം എടി പണ്ട് നമ്മള് സ്കൂളിൽ ടിഫിനൊക്കെ കൊണ്ടുപോകാറുണ്ട് ആണല്ലേ ടേസ്റ്റ് ഉണ്ട് ഇനി ഞാനൊന്ന് കഴിച്ചോട്ടെ കഴിച്ചൊക്കെ ശരിക്കും നമ്മള് ആ 10ാം ക്ലാസ് ഒക്കെ ഓർമ്മ വരും ആ അത് കറക്റ്റാ ലഞ്ച് ബോക്സിൽ കൊണ്ടുവന്ന ആ ഉള്ളിയാണ് ഞാൻ ഡെയിലി കൊണ്ടുപോകല് കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നമുക്ക് ലഞ്ച് ഫിനിഷ് ചെയ്യാം
അങ്ങനെ ഗൈസ് സമയം ഇപ്പൊ 6 മണി കഴിഞ്ഞ് ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ടെന്റിന്റെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. സത്യം പറഞ്ഞാൽ ചൂടോണ്ട് ഞങ്ങൾക്ക് ഇരുള്ളിൽ ഇരുന്ന് മതി. ചൂടോട്ട് ഒരു വേദനയാവുന്നുണ്ട്, എനിക്ക് മടുത്ത് ഗൈസ്. വേറെ വലിയൊരു പ്രശ്നം എന്താ അറിയോ, നമ്മള് കഴിഞ്ഞ ടെന്റിൽ പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഇതൊറ്റ സൈഡ് മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. മാത്രം ഉള്ളതുകൊണ്ട് ഒന്നുകിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് പിന്നെ നമുക്ക് ആ ടെന്റിന് അങ്ങോട്ട് നോക്കാം. പിന്നെ ഓപ്പണിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത്രമാത്രം ചൂടൊന്നും അതിന്റെ ഉള്ളിലില്ലേനു. പിന്നെ നമ്മളൊരു കുഞ്ഞു ഫാൻ അത് വെച്ചിട്ടാണ് ഗൈസ് അന്ന് നമ്മൾ ഇരുന്നത്. പക്ഷെ പുറത്തേക്ക് നോക്കാൻ ഇപ്പൊ നല്ല രസമുണ്ട് അല്ലെ, നല്ലൊരു കാമായിട്ടുള്ള വെയിലൊക്കെ മാറിയുണ്ട്. കാറ്റൊന്നും വരുന്നില്ല. ശരി, ഒരു ഇല പോലും അനങ്ങുന്നില്ല ഇവിടെ. കാണിച്ചരാ, മഴയൊക്കെ പെയ്യുന്നു, പക്ഷെ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇത് കണ്ട നല്ല മഴ മൂടി നിക്കുന്നുണ്ട്, ഇരുടും ആവുന്നുണ്ട്, നല്ല ചൂടുണ്ട്, മഴ പറ്റിച്ചോണ്ടിരിക്കും. ഇനി ഏകദേശം 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇരുടാവും. അപ്പത്തേക്കിന് ഇന്നലത്തെ സമയം തന്നെ നമുക്ക് പുറത്തിറങ്ങാനുള്ള സമയമാവും. അതിന് വേണ്ടിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഇത് നമ്മുടെ നിയോൺ ലൈറ്റ്സ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കാണായിട്ടാ ഇപ്പൊ കണ്ടു തുടങ്ങി. ആ യെല്ലോ ലൈറ്റ് യെല്ലോ ലൈറ്റ് നമ്മളിവിടെ സൈഡിൽ അഴിച്ചു വെച്ചിട്ട്, കാര്യം രാവിലെ നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് കണ്ടല്ലോ, അതിനോട് ഞങ്ങൾ അഴിച്ചു വെച്ചായിരുന്നു. പോരാത്തതിന് ആ ലൈറ്റിനോട് ഒട്ടുക്കുന്ന ചൂടും. അത് കാലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പൊള്ളുന്നുണ്ട്, ആ നിയോൺ ലൈറ്റിന്റെ മുകളിൽ പൊള്ളുന്നുണ്ടായിരുന്നു. അതിനോട് ഞങ്ങൾ ഇവിടെ ചുരുട്ടിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഫാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇടക്കിടക്ക് വർക്കാവൂല, ഇടക്കിടക്ക് വർക്കാവും. അതായത് ചാർജ് പെട്ടെന്ന് തീർന്നു പോയി കണ്ടോ. ചാർജ് പെട്ടെന്ന് തീർന്നു പോകണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നം. ചാർജ് തീർന്നതാണിത്. നമുക്കൊരൊറ്റ കുട്ടി ഫാനായി പോയി കിട്ടിയത് അല്ലേ. ഇതേ നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ ഫുള്ള് ഇരുടാണ്. നമ്മുടെ ഈ ഒരു നിയോൺ ലൈറ്റിന്റെ വെളിച്ചമാണ് ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ബാക്കി അവിടേക്കൊക്കെ നോക്കുമ്പോൾ, ദൂരേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് വെളിച്ചമുണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇരുട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഒരു 7 മണി ആകുമ്പോഴത്തേക്കിനും ഫുള്ള് ഇരുടാവും. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി 24 hours കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതല് രാത്രി പിന്നെയും കുഴപ്പമില്ല, ഇന്നലത്തെ ഉറങ്ങുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എങ്ങനാ ഇരുന്നത് എന്നുള്ളത് എന്നുള്ള മനസ്സിലാവുള്ള അത്രയും ചൂടാണ്. സത്യം പറയല്ലോ, വെറുത്തു ഈ കുത്തിരുന്നിട്ട്. അപ്പൊ നമുക്ക് ഒഫീഷ്യലി ഇറങ്ങാം. കൃത്യം 24 മണിക്കൂറായി നമ്മൾ ഈ ഒരു കുഞ്ഞു ടെന്റിന്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങി. സത്യം പറയാലോ, നല്ല ബുദ്ധിമുട്ടേനു, അതിന്റെ ഉള്ളിൽ നല്ല ചൂടേനു. പിന്നെ അതിന്റെ കൂടെ കുക്കിങ്ങും കൂടെ ചെയ്ത്, പിന്നെ ഈ സൂര്യൻ ഞങ്ങളെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കായിരുന്നു. ഈ വയനാട്, കൊടൈക്കനാൽ, ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം ടെന്റ് ആയിട്ട് പോകും. ഇന്നലെ രാത്രിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. രാത്രി നല്ല രസം. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. 3 പേരും കൂടെ എങ്ങനെ ടെന്റിന്റെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ മൊത്തം ലൈറ്റ് വെക്കുന്നത്, സ്നാക്സിന്റെ ബോക്സ്, ഒരു ബോക്സ് നിറയെ ഞങ്ങൾക്ക് വെറൈറ്റി സ്നാക്സ് ആയിരുന്നു. ഫുള്ള് ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഉറക്കം ഒന്നാമത് പോയതോട് കൂടി തന്നെ ഞങ്ങൾ കിളി പോയി. എന്തായാലും നല്ല വെറൈറ്റി ചാലഞ്ച് ആയിരുന്നു ഗൈസ്. ഇനി ടെന്റ് നമുക്ക് വല്ല മഴക്കാലത്തോ മഴക്കാലത്ത് അല്ലെ തണുപ്പുള്ള സമയത്തോ നമുക്ക് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇനി ചൂടുകാലത്ത് ഞങ്ങൾ ടെന്റ് ആയിട്ട് വരുന്നതല്ല ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita. signing off.